നവകേരളത്തിന്റെ തന്തയാവാൻ കൊണ്ടുവരുന്ന EM ശങ്കരൻ നമ്പൂതിരിപ്പാടില്ലേ, ആ മനുഷ്യൻ കേരളത്തിൽ എന്താ ചെയ്തത്? നിങ്ങൾ പറയുന്നില്ലേ വലിയ വിപ്ലവം ഉണ്ടാക്കിയത്? എന്നാൽ യഥാർത്ഥത്തിൽ സവർണ രാഷ്ട്രീയത്തിന്റെയും സവർണ ജാതീയതയുടെയും മൂർത്തരൂപമായി നിന്ന മനുഷ്യനാണ്. അതിന്റെ തലതൊട്ടപ്പനായിരുന്നു EMS എന്ന് ചരിത്രം ഒരുപാട് എഴുതിയിട്ടുണ്ട്. കാരണം സവർണബോധം സ്ത്രീ വിരുദ്ധമാണ്. സ്ത്രീ വിരുദ്ധമായിട്ടല്ലാതെ നിങ്ങൾ പെരുമാറിയിട്ടില്ല. ആ ഗൗരിയമ്മ എങ്ങാനും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ തലപ്പത്ത് വരുമോ എന്ന് കരുതി, മുഖ്യമന്ത്രി പദത്തിൽ ഇരിക്കുമോ എന്ന് കരുതി, അവരൊരു സ്ത്രീ ആയി എന്ന ഒറ്റ കാരണത്തിന് അവരെ തിരസ്കരിച്ച പാർട്ടിയല്ലേ, അതിന് നേതൃത്വം കൊടുത്തവന്റെ പേരല്ലേ EM ശങ്കരൻ നമ്പൂതിരിപ്പാട്? നിങ്ങളുടെ പാർട്ടിയിൽ എന്തെങ്കിലും ഒരു പാർട്ടി സെക്രട്ടറിയായി സ്ത്രീ വന്നിട്ടുണ്ടോ? നിങ്ങൾക്ക് അധികാരം കിട്ടിയ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ നിങ്ങൾ ഒരു സ്ത്രീ മുഖ്യമന്ത്രിയെ ഉണ്ടാക്കിയിട്ടുണ്ടോ? CPM-കാരോട് സിമ്പിൾ ആയിട്ട് ചില ചോദ്യങ്ങൾ. നിങ്ങൾക്ക് എന്താണ് ഈ സമുദായത്തോട് ഇത്ര വലിയ വൈരം ഉണ്ടാവുന്നത്? അതിന്റെ കാരണം എന്താണ്? മുസ്ലിം സമുദായത്തിനെതിരായി നിങ്ങൾ നിരന്തരമായി കൊത്തുവാക്കുകൾ വെച്ച് സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മളെ പെൺകുട്ടികളും നമ്മളെ ആൺകുട്ടികളൊക്കെ എന്ത് ചെത്ത് പിള്ളേരാണ് നോക്കിയാൽ, എന്ത് മനോഹരമായി വസ്ത്രം ധരിക്കുന്നവരാണ്. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരന്റെ കൈകളിലെ ടൂളായി മാറിയ ഒരു വിഭാഗം ആദിവാസി സമൂഹമാണ്. ബഹുമാന്യരായ നേതാക്കന്മാരുടെ ഒരു നിര എൻ്റെ പിറകിലുണ്ട്. കാനൂരിലെ ഒപ്പം ജില്ലാ മുസ്ലിം ലീഗിൻ്റെ തിരൂരിലെ ഒക്കെയും നേതാക്കന്മാരും സഹപ്രവർത്തകന്മാരെയും എല്ലാവരെയും ഞാൻ ഹൃദയംഗമമായി അഭിവാദ്യം ചെയ്യുകയാണ്. ബഹുമാന്യനായ അഷ്റഫ് സാഹിബും തങ്ങളും പിന്നെ കണ്ടെത്താണിയുമൊക്കെ ഇങ്ങനെ ഒരു പൊതുസമ്മേളനം ഇവിടെ നടത്തുന്നതിൻ്റെ സമകാലികമായ ആവശ്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുകയുണ്ടായി. അതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യത്തെക്കുറിച്ച് വിശദീകരിക്കുകയുമുണ്ടായി. കേരളത്തിലെ വ്യത്യസ്തമായ ജില്ലകളിലായി CPM-ൻ്റെ പാർട്ടി സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. പൊതുവെ കേരളത്തിലും ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലുമൊക്കെ വലിയ രാഷ്ട്രീയ വിഷയങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോഴത്തെ സമയം. അത്തരത്തിലുള്ള രാഷ്ട്രീയ വിഷയങ്ങളെ പ്രതിപാദിച്ചുകൊണ്ടോ അത്തരം രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ വ്യക്തമായ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടോ അല്ല ഈ പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്നത്. പാർട്ടിയുടെ നിലപാട്, പാർട്ടിയുടെ ആശയം, പാർട്ടിയുടെ ഭാവി പദ്ധതികൾ ഇതൊക്കെ വിശദീകരിക്കാനാണ് CPM അവരുടെ സമ്മേളനങ്ങൾ പലപ്പോഴും നടത്താറ്. നിർഭാഗ്യവശാൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടുമല്ല ഇതുവരെയുള്ള പാർട്ടി സമ്മേളനങ്ങൾ നടന്നതും സമാപിച്ചതും. രാജ്യത്തിലെ അടിസ്ഥാന വർഗങ്ങൾക്ക് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ ലക്ഷ്യങ്ങളിൽ തന്നെ പറയുന്നുണ്ട്, മർദ്ദിതരും ചൂഷിതരും മർദ്ദകർക്കും ചൂഷകർക്കുമെതിരെ സംഘടിക്കുകയും നിലപാടെടുക്കുകയും ഒരു ശക്തിയായി നിൽക്കുകയും ചെയ്യുക എന്നത് അവരുടെ ഒരു അടിസ്ഥാനപരമായ ലക്ഷ്യമാണ്. ഈ മർദ്ദിത ചൂഷിത വിഭാഗങ്ങളിലെ ഏറ്റവും പ്രബലമായ വിഭാഗം എന്ന് ഇന്നുവരെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞിരുന്നത് ഈ രാജ്യത്തിലെ തൊഴിലാളി വർഗങ്ങളാണ്. ഈ തൊഴിലാളി വർഗ സമൂഹത്തിൻ്റെ ജീവിത നിലവാരത്തെ ഉയർത്തിയെടുക്കുകയും ഈ ചൂഷിത വിഭാഗത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ച് അവരുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തിയെടുക്കുകയും ചെയ്യുകയും ഇവിടുത്തെ
സമ്പന്നവർഗം, മുതലാളി വർഗം, വരേണ്യവർഗവുമായി ഇവരുടെ ജീവിതത്തെ സമപ്പെടുത്തി ഒരു സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതിയിലേക്ക് അവസാനമായി എത്തിക്കുകയും ചെയ്യുക എന്നതാണ് ഇവരുടെ അടിസ്ഥാനപരമായ ലക്ഷ്യമായും അതിലേക്കുള്ള പദ്ധതികളും പരിപാടികളുമൊക്കെയാണ് മാർക്സിസ്റ്റ് പാർട്ടി എല്ലാ കാര്യങ്ങളിലും പറയാറുള്ളത്. പക്ഷെ നിർഭാഗ്യവശാൽ CPM-ന് അധികാരം കിട്ടിയിടത്തൊക്കെ അവർ ഭരിച്ച് ഏകദേശം എല്ലായിടത്തും ഒരു സോഷ്യലിസം വന്നിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ബംഗാളിലൊക്കെ ഉള്ള എല്ലാവരെയും മുതലാളിയാക്കാനൊന്നും പറ്റിയില്ലെങ്കിലും എല്ലാവരെയും തൊഴിലാളികളാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ ഒരു ശ്രമത്തിൻ്റെ ഫലമായിട്ട്, നിരന്തരമായ ഒരു ശ്രമത്തിൻ്റെ ഫലമായിട്ട്. ഇപ്പം ഈ താനൂരിൽ MLA ആയിരുന്ന സമയത്ത് CH മുഹമ്മദ് കോയ സാഹിബ് കേരള നിയമസഭയിൽ അന്നത്തെ ഗവൺമെൻറ്റിന് മുകളിലുള്ള പ്രമേയത്തെ അധികരിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. ഈ താനൂരിൻ്റെ മണ്ണിലെ ജനവികാരത്തെ ഹൃദയത്തിലേറ്റുകയാണ് CH പ്രസംഗിക്കുന്നത്. CH സ്പീക്കറോട് പറയുന്നുണ്ട്, സാർ ഞാൻ ഈ ഗവൺമെൻറ്റിനെ അഭിവാദ്യം ചെയ്യുകയാണ്, പക്ഷെ ഒരു നിർബന്ധിതമായ ഒരു പ്രശ്നം ഇവിടെയുണ്ട്. ഈ ഗവൺമെൻറ്റിന് അതിൻ്റെ പിറകിൽ നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്തെന്നാൽ അവർ ജനാധിപത്യത്തെ അംഗീകരിക്കുന്നു എന്ന ഒരു പ്രയാസം അവർക്കുണ്ട്. അടിസ്ഥാനപരമായി അവർ ജനാധിപത്യവാദികളല്ല. ഈ കമ്മ്യൂണിസ്റ്റുകൾ അടിസ്ഥാനപരമായി ജനാധിപത്യവാദികളല്ല. അവരുടെ ജനാധിപത്യ മുഖം കാപട്യമാണ്. പക്ഷെ എന്തുകൊണ്ടെന്നാൽ വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട്. ഏതെങ്കിലും ഒരു സാഹചര്യം കമ്മ്യൂണിസ്റ്റ് രാജ്യം സ്ഥാപിക്കാൻ ഉതകും വിധം ലഭ്യമായാൽ, സഖാവ് പിണറായി വിജയൻ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് ആക്ഷേപിക്കുന്നത് പോലെ, അങ്ങനെ ഒരു അവസരം വന്നാൽ ജമാഅത്തുകാരൻ ഇസ്ലാമിക രാഷ്ട്രത്തിന് വേണ്ടി വാദിക്കുമെന്ന് പറയുന്നത് പോലെ ഒരവസരം വന്നാൽ ഇവർ കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിന് വേണ്ടിയും വാദിക്കുന്നവരാണ്. എന്നാൽ ഇപ്പോൾ അവർ ഈ കാണിക്കുന്നത് ഒരു പൊയ്മുഖമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആ കാപട്യത്തിൻ്റെ ഒരു മൂർത്ത ഭാവമാണ് ഈ തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ ഒരു ജില്ലാ സമ്മേളനത്തിന് ഒരു മുതലാളി അബ്ദുറഹിമാൻ ആതിഥേയനാവുന്നത് എന്നത് ആ പാർട്ടിയുടെ ഇന്നത്തെ ഏറ്റവും വലിയ ക്ഷീണത്തിൻ്റെ പ്രകടമായ ഒന്നാണ്. സമ്മേളനം പ്രഖ്യാപിക്കുന്ന അല്ലെങ്കിൽ ആ സമ്മേളനത്തോടനുബന്ധമായി പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ നടത്തിയ ഒരു പത്രസമ്മേളനം ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. ആ പത്രസമ്മേളനത്തിൽ പത്രക്കാരുടെ ചോദ്യത്തിന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയെ ഇരുത്തി മറുപടി പറയുന്നത് അബ്ദുറഹിമാനാണ്. അവിടെ അബ്ദുറഹിമാൻ വലുതാവുന്നുണ്ടോ എന്നുള്ളതല്ല വിഷയം. മാർക്സിസ്റ്റ് പാർട്ടി മുതലാളിമാരെ കാണുമ്പോൾ എത്രമേൽ മുട്ടുവിറക്കുന്നുണ്ട് എന്നതാണ് ഞാൻ അവിടെ കണ്ടിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഈ സമ്മേളനങ്ങളിൽ നിങ്ങൾ ചർച്ച നടത്തി എന്ന് പറയുന്നത് എന്താണ്? ഈ താനൂരിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നേരത്തെ തങ്ങൾ മുതൽ അഷ്റഫ് മുതൽ അത് രണ്ടത്താണിയൊക്കെ പറഞ്ഞിരിക്കുന്ന വികസന കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, അത് രാജ്യത്തെ ജനങ്ങൾക്ക് അനുഭവവേദ്യമാകുന്ന ഒന്നാണ്. അതിനപ്പുറം ഈ താനൂര് ഒരു തീരദേശ മണ്ഡലമാണ്, നിരവധി തൊഴിലാളികൾ പാർക്കുന്ന ഒരിടമാണ്. അവരെ ബാധിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, മറുപടി പറയേണ്ടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ ഭരണകാലത്ത് സംഭവിച്ചിട്ടുള്ളത്, സാധാരണക്കാർക്ക് സംശയമുള്ളത്, അവർക്കിടെ ഇടയിൽ വലിയ ചർച്ചയായിട്ടുള്ളത് താനൂരിലെ ബോട്ടപകടം മാത്രമല്ല, തിരൂരിലെ സ്ഥലമെടുപ്പടക്കമുള്ളതിൽ നിങ്ങളുടെ ഇവിടുത്തെ മന്ത്രിക്കും ഇവിടുത്തെ ജനപ്രതിനിധിക്കുമൊക്കെയുള്ള പങ്കാളിത്തമടക്കമുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെ ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ ഈ സമ്മേളനത്തോടനുബന്ധമായ ചർച്ചകളിൽ സംസാരിച്ചിട്ടുണ്ടോ? മുസ്ലിം ലീഗിനെ നിങ്ങൾ എതിർക്കുന്നു എന്നതൊരു വിഷയമൊന്നല്ല. അതിന് മറുപടി പറയാനൊക്കെ ഞങ്ങളുടെ ഇടയിൽ ഇഷ്ടം പോലെ ആളുകളുണ്ട്. MSF-ന്റെ കുട്ടികൾ മുതൽ അതിന് പ്രഗത്ഭരായ ആളുകൾ ലീഗിനുണ്ട്. ഇനി അതില്ലെങ്കിൽ ലീഗ് നോക്കട്ടെ എന്ന് വെക്കാം. പക്ഷെ നിങ്ങളുടെ സമ്മേളനങ്ങളിൽ മുഴുവൻ നിങ്ങൾ ശ്രദ്ധിച്ചത് അവസാനം പിണറായി വിജയൻ ഇവിടെ പ്രസംഗിച്ചു പോയത് അടക്കമുള്ള വിഷയങ്ങൾ മുസ്ലിം ലീഗിനെ ബാധിക്കുന്നത് മാത്രമല്ലല്ലോ. മുസ്ലിം സമുദായത്തെ, ഈ സമുദായത്തിന് നടത്തിയിട്ടുള്ള ഒരു അതിജീവനത്തിന്റെ രാഷ്ട്രീയത്തെ എല്ലാത്തിനെയും നിരാകരിക്കുകയോ ആക്ഷേപിക്കുകയോ ഒക്കെ ചെയ്യുന്നതാണ്.
നിങ്ങൾക്ക് എന്താണ് ഈ സമുദായത്തോട് ഇത്ര വലിയ വൈരം ഉണ്ടാവുന്നത്? അതിന്റെ കാരണം എന്താണ്? മുസ്ലിം സമുദായത്തിനെതിരായി നിങ്ങൾ നിരന്തരമായി കൊത്തുവാക്കുകൾ വെച്ച് സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇത്രമേൽ പ്രബുദ്ധമാണ് കേരളത്തിലെ മുസ്ലിം സമുദായം. CPM പാർട്ടിക്ക് അകത്തിരിക്കുന്നവർക്ക് പോലും ധാരണകളുള്ള ഒരു സ്റ്റേറ്റാണിത്. വിവരമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, ലോകപരിചയമുണ്ട്, എല്ലാമുള്ള ഒരു സമുദായമാണ് ഇവിടെ. ബംഗാൾ പോലെ ആയിരുന്നില്ല, ബംഗാൾ അങ്ങനെ ആയിരുന്നില്ല, ത്രിപുര അങ്ങനെ ആയിരുന്നില്ല. ഈ പ്രബുദ്ധമായ ഒരു സ്റ്റേറ്റിനകത്ത് നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നതിന്റെ അടിസ്ഥാനം എന്താണ്? അവരെ നിങ്ങൾക്ക് നിങ്ങളുടെ ചൊൽപ്പടിക്ക് കിട്ടാത്തതിന്റെ കാരണമാണ്? അവരുടെ വോട്ടുകൾ നിങ്ങൾക്ക് വിചാരിക്കുന്നത് പോലെ എളുപ്പത്തിൽ തരപ്പെടുത്തി എടുക്കാൻ സാധിക്കാത്തത് കൊണ്ടാണോ? CPM-കാരോട് സിമ്പിളായിട്ട് ചില ചോദ്യങ്ങൾ, പണ്ടത്തെ കാലത്തല്ലല്ലോ ഇത്. നിങ്ങളുടെ കയ്യിൽ ഗൂഗിൾ ഉണ്ട്, ChatGPT ഉണ്ട്, നിങ്ങൾക്ക് വിവരങ്ങൾ അറിയാൻ നൂറുകണക്കിന് ആയിരക്കണക്കിന് മാർഗങ്ങളുണ്ട്. പണ്ടത്തെ പോലെ സഖാക്കൾ പറയുന്ന പോലെ ചൈനയിലേക്ക് നോക്കൂ എന്നൊക്കെ പറഞ്ഞാൽ മേപ്പെട്ട് നോക്കി നിൽക്കേണ്ട കാലമല്ല. ഞാൻ വിനയപുരസ്സരം അതുകൊണ്ട് തന്നെ ചോദിക്കട്ടെ, നിങ്ങൾ രക്ഷപ്പെടുത്തിയെടുത്ത ഒരു വിഭാഗത്തെ നിങ്ങൾ പറ. ഈ മുസ്ലിം സമുദായത്തെ മാത്രം നിങ്ങൾ എടുക്കുക, കേരളം വിട്ടേക്ക്. കേരളത്തിൽ ഇടയ്ക്കിടയ്ക്ക് UDF-കാർ വന്ന് ഭരിക്കണതുകൊണ്ട് നിങ്ങൾക്ക് മുസ്ലിം സമുദായത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അതാണല്ലോ നിങ്ങൾ പറയാ. ഈ ലീഗുകാരുള്ളത് കൊണ്ട് നിങ്ങൾ സമുദായത്തിന് ഒന്നും കാര്യമായിട്ട് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ നിങ്ങൾ ശരിയാക്കി കളയുന്നതാണ്. ഒരു ലീഗും ഇല്ലാതെ, ഒരു കോൺഗ്രസും ഇല്ലാതെ, ആനുപാതിക കണക്കുകളിൽ കേരളത്തിലെ മൊത്തം ജനസംഖ്യയേക്കാൾ കൂടുതൽ മുസ്ലിങ്ങൾ പാർക്കുന്ന പശ്ചിമ ബംഗാൾ 35 കൊല്ലം ഭരിച്ചിട്ടില്ലേ സഖാക്കളെ നിങ്ങൾ? 35 കൊല്ലം. അവിടെ ലീഗ് നിങ്ങളെ തടയാനില്ലല്ലോ, അവിടെ കോൺഗ്രസ് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടില്ലല്ലോ. ഏകപക്ഷീയമായി 35 കൊല്ലം നിങ്ങൾ ഭരിച്ച ബംഗാളിലോ ത്രിപുരയിലോ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് വേണ്ടി നിങ്ങൾ ചെയ്തത് എന്താണ് എന്ന് നിങ്ങൾ പറയോ? എന്താ അവർക്ക് വേണ്ടി ചെയ്തത്? ഇനി മുസ്ലിങ്ങളെ വിട്ടേക്ക്, അവിടെ നിങ്ങൾ ആർക്കു വേണ്ടിയാണ് 35 കൊല്ലം ഭരിച്ചത്? തൊഴിലാളികൾക്ക് വേണ്ടിയാണോ? കർഷകർക്ക് വേണ്ടിയാണോ? ദളിതുകൾക്ക് വേണ്ടിയാണോ? ആ നാട്ടിലെ ആദിവാസി സമൂഹത്തിന് വേണ്ടിയാണോ? ആർക്കു വേണ്ടിയാണ്? 35 കൊല്ലം കഴിയുമ്പോൾ ബംഗാളിന്റെ പൊതുമണ്ഡലത്തിൽ ഉയർന്നു വന്ന നിങ്ങളുടെ കരസ്പർശം കൊണ്ട് രക്ഷപ്പെടുത്തിയെടുത്ത ഒരു വിഭാഗത്തെ നിങ്ങൾ പറ. തൊഴിലാളികൾ എത്രമേൽ ബുദ്ധിമുട്ടിയിരിക്കുന്നു എന്ന് ഈ കേരളത്തിന്റെ തെരുവിൽ വന്ന് കഷ്ടപ്പെടുന്ന ബംഗാളിയെ കണ്ടാൽ ഞങ്ങൾക്കറിയാം. നിങ്ങൾ രക്ഷപ്പെടുത്തിയെടുത്ത ഒരു സമുദായത്തെ കുറിച്ച് നിങ്ങൾ പറയേ. ആരെയാണ് നിങ്ങളുടെ ഇനി ബംഗാൾ മാത്രമാവണ്ട, കേരളത്തെ കുറിച്ച് നിങ്ങൾ പറഞ്ഞോ. കേരളത്തിലെ ഏത് സമുദായത്തെ നിങ്ങൾ രക്ഷപ്പെടുത്തി? മുസ്ലിങ്ങളെ വിട്. മുസ്ലിങ്ങളെ ലീഗാണല്ലോ നോക്കിയത്. ലീഗ് അതിന് മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന ശിക്ഷയും ബുദ്ധിമുട്ടൊക്കെ വേറെ ചർച്ച ചെയ്യാം, അവരെ വിട്. നിങ്ങൾ രക്ഷപ്പെടുത്തിയെടുത്ത ഒരു വിഭാഗം പറ. ഈഴവന്മാർ, നായന്മാർ, ദളിതുകൾ, ആദിവാസികൾ, ക്രിസ്ത്യാനികൾ, ഏതെങ്കിലും വിഭാഗമുണ്ടോ? തൊഴിലാളികൾ, ഏതെങ്കിലും ഒരു വിഭാഗത്തെ നിങ്ങളുടെ ഭരണകാലഘട്ടങ്ങളിലോ നിങ്ങളുടെ പുരോഗമന പ്രവർത്തന കാലഘട്ടത്തിലോ നിങ്ങൾ രക്ഷപ്പെടുത്തിയെടുത്തിട്ടുണ്ടോ? സഖാക്കളോട് ഞാൻ ചോദിക്കട്ടെ, നവകേരള സൃഷ്ടിപ്പിന്റെ തന്ത ചമയാൻ നിങ്ങൾ കൊണ്ടുവരുന്ന EM ശങ്കരൻ നമ്പൂതിരിപ്പാടില്ലേ? പാലളി മുഹമ്മദ് കുട്ടിയോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ഈ നവകേരളത്തിന്റെ തന്തയാവാൻ കൊണ്ടുവരുന്ന EM ശങ്കരൻ നമ്പൂതിരിപ്പാടില്ലേ? ആ മനുഷ്യൻ കേരളത്തിൽ എന്താ ചെയ്തത്? നിങ്ങൾ പറയുന്നില്ലേ വലിയ വിപ്ലവം ഉണ്ടാക്കിയെന്ന്? എന്നാൽ യഥാർത്ഥത്തിൽ സവർണ രാഷ്ട്രീയത്തിന്റെയും സവർണ ജാതീയതയുടെയും മൂർത്തരൂപമായി നിന്ന മനുഷ്യനാണ്. അതിന്റെ തലതൊട്ടപ്പനായിരുന്നു EMS എന്ന് ചരിത്രം ഒരുപാട് എഴുതിയിട്ടുണ്ട്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുകയല്ല. എന്തുകൊണ്ടായിരുന്നു അതെന്നറിയും? നിങ്ങൾ ഈ കമ്മ്യൂണിസ്റ്റ് രാജ്യമാവില്ല എന്ന് ഉറപ്പ് വന്നപ്പോൾ ജനാധിപത്യത്തെ അംഗീകരിക്കാൻ നിർബന്ധിതമായതുപോലെ ജാതി വ്യവസ്ഥ നിലനിൽക്കാൻ പോകുന്നില്ല എന്ന് നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുള്ളപ്പോൾ ആ ജാതീയതയുടെ മുഴുവൻ ദുഷിപ്പും അതുപോലെ നിങ്ങൾ കൊണ്ടുവന്ന് പ്രയോഗിച്ചത് രാഷ്ട്രീയത്തിലാണ്. അങ്ങനെയാണ് EM ശങ്കരൻ നമ്പൂതിരിപ്പാട്. എന്തൊരു ബഹുമാനാണ്! എത്ര വലിയ അറബിയുടെ പേര് പറയുന്ന മാതിരിയാണ് ഇല്ലേ? നമ്പൂതിരി എന്നാണ് EMS എന്ന് പറഞ്ഞ ഒറ്റവാക്കെന്ന് പോലെ EM ശങ്കരൻ നമ്പൂതിരി, ശങ്കരാ എന്ന് വിളിച്ചാൽ മതി ഇല്ലേ? എന്ത് സുഖണ്ട്! സഖാബ് ശങ്കരൻ സിന്ദാബാദ് അങ്ങനെ വിളിച്ചൂടെ സഖാക്കളെ? അങ്ങനെ വിളിക്കാൻ പറ്റുന്നില്ലല്ലോ. എന്തേ പറ്റാത്ത വിധം ഒരു അറബിയുടെ പേര് പോലെ നീട്ടിയത് ഈ നമ്പൂതിരിപ്പാടിനെ? ഇയാൾ ഈ കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ വന്നിട്ട് തന്റെ സവർണബോധത്തെ എത്രമേൽ ജനങ്ങൾക്കിടയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്? എത്രമേൽ? കാരണം സവർണബോധം സ്ത്രീ വിരുദ്ധമാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആധിപത്യമുള്ളത് കൊണ്ട് തന്നെയാണ്
സ്ത്രീ വിരുദ്ധമായിട്ടല്ലാതെ നിങ്ങൾ പെരുമാറിയിട്ടില്ല. ഗൗരിയമ്മ മുഖ്യമന്ത്രി പദത്തിലേക്ക് മാത്രമല്ല, കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അമരത്തു കയറിയിരിക്കേണ്ടുന്ന യോഗ്യത പാരമ്പര്യം കൊണ്ട് നിരന്തരമായ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പീഡനങ്ങളുടെ മുൻനിരയിൽ നിന്ന ഒരാൾ എന്ന നിലക്ക് ഗൗരിയമ്മക്കുണ്ട്. ഞാൻ ആ ചരിത്രം പറയണില്ലല്ലോ. ഗൗരിയമ്മക്കുണ്ട്. ആ ഗൗരിയമ്മ എങ്ങാനും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ തലപ്പത്ത് വരുമോ എന്ന് കരുതി, മുഖ്യമന്ത്രി പദത്തിൽ ഇരിക്കുമോ എന്ന് കരുതി, അവരൊരു സ്ത്രീ ആയി എന്ന ഒറ്റ കാരണത്തിന് അവരെ തിരസ്കരിച്ച പാർട്ടിയല്ലേ? അതിന് നേതൃത്വം കൊടുത്തവന്റെ പേരല്ലേ എം ശങ്കരൻ നമ്പൂതിരിപ്പാട്? അതിന് നേതൃത്വം കൊടുത്ത ആളല്ലേ? ഇനി നിങ്ങളുടെ വിപ്ലവകാരിയായിട്ടുള്ള പിണറായി വിജയൻ ഭരിക്കുന്ന ഈ പുതിയ സംവിധാനത്തിനകത്തോ ശൈലജ ടീച്ചർ, നിങ്ങൾ എത്ര നൈസായിട്ടാണ് ശൈലജ ടീച്ചറെ ഇല്ലാതെയാക്കിയത്? എത്ര രസമായിട്ടാണ് നിങ്ങൾ ഓർക്കണല്ലോ. സഖാവ് പിണറായി വിജയന്റെ രണ്ടാം വരവിന് കാരണമായിട്ടുള്ള കോവിഡ്, ആ കോവിഡ് കാലത്ത് ആരോഗ്യ വകുപ്പിന്റെ തലപ്പത്തിരുന്നത് ശൈലജ ടീച്ചറാണ്. ആ ശൈലജ ടീച്ചർക്ക് ആളുകൾക്കിടയിൽ പെരുമാറാൻ കഴിയുന്ന ഒരു നൈപുണ്യമുണ്ട്, ഒരു വൈദഗ്ധ്യമുണ്ട്. അവരത്ര മികച്ച ആരോഗ്യമന്ത്രി ഒന്നുമാണ് എന്ന അഭിപ്രായമൊന്നും എനിക്കില്ല. പക്ഷേ അതിനൊരു നൈപുണ്യമുണ്ട്. ഒരു പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും പിണറായി വിജയൻ ആ പ്രശ്നത്തെ കൈകാര്യം ചെയ്തതിൽ നെടും തൂണായി നിന്നിട്ടുള്ളവർ ശൈലജ ടീച്ചറാണ്. ആ ശൈലജ ടീച്ചറെ രണ്ടാം ഗവൺമെന്റ് വരുമ്പോൾ എത്ര നൈസായിട്ട്, ആ രണ്ടാം ഗവൺമെന്റ് വരാൻ കാരണമായ കോവിഡ് മാനേജ്മെന്റിന്റെ അമരത്തിരുന്ന ആ സ്ത്രീയെ നിങ്ങൾ വെട്ടിയില്ലേ? അവരെ വെട്ടിയില്ലേ? നിങ്ങളുടെ പാർട്ടിയിൽ എന്തെങ്കിലും ഒരു പാർട്ടി സെക്രട്ടറിയായി സ്ത്രീ വന്നിട്ടുണ്ടോ? നിങ്ങൾക്ക് അധികാരം കിട്ടിയ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ നിങ്ങളൊരു സ്ത്രീ മുഖ്യമന്ത്രിയെ ഉണ്ടാക്കിയിട്ടുണ്ടോ? പിന്തിരിപ്പന്മാർ എന്ന് നിങ്ങൾ പറയുന്ന കോൺഗ്രസ് പാർട്ടി ഇന്ത്യയുടെ പ്രധാനമന്ത്രി മാത്രമല്ല, പ്രധാനമന്ത്രിയാവണമെന്ന് ജനങ്ങൾ പോയി നിർബന്ധിച്ചിട്ടും ആവാത്ത സോണിയാഗാന്ധി മുതൽ എത്ര സ്റ്റേറ്റുകളിലെ മുഖ്യമന്ത്രിമാർ സ്ത്രീകളായിരുന്നിട്ടുണ്ട്? വലിയ വിപ്ലവവും ആദർശത്തിന്റെ ഈ തലച്ചുമടൊന്നും കൊണ്ടു നടന്ന് ബുദ്ധിമുട്ടാത്ത കോൺഗ്രസ്സുകാർ, ആ കോൺഗ്രസിന്റെ രാഷ്ട്രീയ പാർട്ടിക്കകത്ത് എത്ര സ്ത്രീകൾക്ക് വ്യക്തിത്വവും അവർക്ക് അസ്തിത്വവും അവർക്ക് അധികാരവും കയ്യിൽ കിട്ടിയിട്ടുണ്ട്? ഞാൻ ചോദിക്കുന്നത്, സ്ത്രീകളെ നിങ്ങൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ടോ? എം ശങ്കരൻ നമ്പൂതിരിപ്പാട് വളരെ ബുദ്ധിപരമായി ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണെന്നറിയോ? അത് വളരെ ബുദ്ധിപരമായി ഈഴവ സമുദായം ഇവിടുത്തെ ഏറ്റവും താഴെ തട്ടിലേക്ക് പതിച്ചു പോകുമായിരുന്ന സമുദായമാണ്. മഹാനായ ശ്രീനാരായണ ഗുരുദേവൻ പക്ഷേ അവരെ രക്ഷപ്പെടുത്തിയെടുക്കാൻ ഒരു ശ്രമം നടത്തി. അതിന്റെ ഫലം എന്താ അറിയാം? ഞാൻ കൊല്ലത്ത് നിങ്ങൾ പോയി നോക്കിയാൽ നിങ്ങൾക്കറിയാം, മലബാറിൽ മുസ്ലിങ്ങൾ പ്രവാസികളായി മുസ്ലിങ്ങൾ വീട് വെക്കുന്നത് വലിയ വീടുകൾ വെക്കാറുണ്ട്. എന്നാൽ അതിന്റെ എത്രയോ ഇരട്ടി കൊട്ടാര സദൃശമായ വീടുകൾ കൊല്ലം നഗരത്തിൽ ഈഴവ സമുദായത്തിലെ പ്രമാണിമാർ വെക്കുന്നത് നിങ്ങൾക്ക് കാണാം. കാരണം സമ്പന്നരാണ് അവർ. അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ബിസിനസ് ചെയ്ത് സ്വന്തമായ വ്യക്തമായ അഡ്രസ്സുകൾ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുത്ത് അവർ വളർന്നു വന്നിട്ടുണ്ട്. വിദ്യാഭ്യാസമുണ്ട്. വലിയ പ്രവാസി സമൂഹമാണ്. എന്താ കാരണം? ശ്രീനാരായണ ഗുരുദേവന്റെ പിന്മുറക്കാരായി അദ്ദേഹത്തിന്റെ ഉപദേശ നിർദ്ദേശങ്ങൾ അനുസരിച്ച് സംഘടിച്ചു നിൽക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നതാണ്. നായർ സമൂഹത്തെ പോലെ ഇത്രമേൽ പീഡിപ്പിക്കപ്പെട്ട ഒരു സമുദായം ഉണ്ടായിരുന്നോ? എത്ര ഭീകരമായിരുന്നു! നായർ സമുദായത്തിനകത്തൊക്കെയുള്ള അവരുടെ സ്ത്രീകളടക്കമുള്ള അവരുടെ അഭിമുഖീകരിച്ചിരുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. കേരളത്തിന്റെ ചരിത്രം പരിശോധിക്കുന്നവർക്കറിയാം. എന്നാൽ ആ നായർ സമുദായത്തിന് വ്യക്തിത്വം ഉണ്ടാക്കി കൊടുത്തത് മന്നത്ത് പത്മനാഭനാണ്. അദ്ദേഹം പറഞ്ഞ രീതിയിൽ സംഘടിച്ച് മുന്നോട്ട് പോയി ശക്തരായപ്പോൾ അവർക്കതിനുള്ള ഒരു അന്തസ്സുണ്ടായി. ആ സമുദായത്തിന്റെ തലപ്പത്ത് നിൽക്കാൻ അതിന്റെ നേതാവിന്റെ തന്തജാമയാൻ ഈ EMS വരില്ലല്ലോ, ഈഴവന്മാർ വരില്ലല്ലോ. എന്നാൽ നിങ്ങൾ നോക്കിക്കോ, ഈ മലബാറിലേക്ക് വന്നാൽ കണ്ണൂർ എടുത്തോ, വടകര താലൂക്ക് എടുത്തോ, ഈ മലപ്പുറത്തിന്റെ ചില ഭാഗങ്ങൾ എടുത്തോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്ന ഈഴവന്മാരുണ്ട്. ആ സമുദായത്തിൽപ്പെട്ടവരുണ്ട്. അവർ SNDPയുടെ ആളുകളല്ല, ഇതിന്റെ പിറകെ പോയവരല്ല. അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിറകിൽ നടന്നവരാണ് ഈ മലബാറിൽ. എന്താ അവരുടെ സ്ഥിതി എന്ന് അറിയോ നിങ്ങൾക്ക്? ഒരൊറ്റ വിദ്യാഭ്യാസ സ്ഥാപനം മികവുറ്റത് ഈ മലബാറിലെ ഈ ഈഴവ സമുദായം ഇവിടുത്തെ പിന്നോക്ക സമുദായങ്ങൾ നിൽക്കുന്നിടത്ത് അവർക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അവരുടെ എനർജി, അവരുടെ എഫേർട്ട്, തീയ സമുദായം അടക്കം അവരുടെ എഫേർട്ടുകൾ മുഴുവൻ വിനിയോഗിച്ചത് CPMന് വേണ്ടിയാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് വേണ്ടിയാണ്. അവർക്ക് വേറെ മാറി നിന്നില്ല. അവർ SNDPയുടെ കയ്യിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ ഫലം എന്തെന്ന് ചോദിച്ചാൽ രാഷ്ട്രീയത്തിലെ തല്ലുകാരും കൂലിത്തല്ലുകാരും അതിന്റെ കൂലി മുദ്രാവാക്യക്കാരുമായി അവർക്ക് താഴെ തട്ടിൽ നിൽക്കേണ്ടി വന്നു എന്നതാണ്. അവർ രക്ഷപ്പെടുത്തിയില്ല. ദളിത് സമുദായം
നിങ്ങൾ ആലോചിച്ചോ, കേരളത്തിൽ ഇപ്പൊ അവസാനം നടന്ന ഉപതെരഞ്ഞെടുപ്പ് വരെ അവിടെ പോലും മത്സരിക്കാൻ നിങ്ങൾ ദളിതർക്ക് സംവരണം വന്ന മണ്ഡലങ്ങളിൽ അവരെ മത്സരിക്കാൻ തിരഞ്ഞെടുക്കുമ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പോലും ഞങ്ങളുടെ അടിസ്ഥാനപരമായ ലക്ഷ്യമെന്ന് പറയുന്നത് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞോ ഈ സാമുദായിക ശാക്തീകരണം തന്നെയാണ്. ഒരു സംശയക്കാര്യത്തിലില്ല. സാമുദായിക ശാക്തീകരണം അത് ലീഗിന്റെ ലക്ഷ്യമാണ്. ഡിക്ലെയർ ചെയ്തിട്ടാ പറയുന്നത്. മുസ്ലിം ലീഗ് എന്നാണ് പേര്. എന്നാൽ കാലോചിതമായി ഈ മുസ്ലിം ഉമ്മത്തിന്റെ അടിസ്ഥാനപരമായ ബാധ്യതകളിൽ ഒന്ന് ഈ രാജ്യത്തിലെ ഈഴവന്മാരുടെ പുരോഗതി, ഈ രാജ്യത്തിലെ ദളിതുകളുടെ പുരോഗതി കൂടിയാണ്, ആദിവാസി സമൂഹത്തിന്റെ പുരോഗതി കൂടിയാണ്. വിശ്വാസപരമായ ബാധ്യതയുമുണ്ട്, രാഷ്ട്രീയമായ ബാധ്യതയുമുണ്ട്. ആ അർത്ഥത്തിൽ ദളിത് സമൂഹത്തിന്റെ മുന്നേറ്റത്തിന് ഞങ്ങൾ പരിശ്രമിക്കാറുണ്ട്. മുസ്ലിം ലീഗ് നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പൊതുമണ്ഡലത്തിൽ ഞങ്ങൾ ദളിത് സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. അപ്പോഴും CPM-കാരാ നിങ്ങൾ ഈ സമൂഹത്തെ വോട്ട് ബാങ്കുകൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ്. അവരെ രക്ഷപ്പെടുത്തിയെടുക്കാൻ, മുഖ്യധാരയിൽ കൊണ്ടുവരാൻ അവർക്ക് ആ സാമുദായികമായ ശാക്തീകരണം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ആദിവാസി സമൂഹം, ഞാനൊരു വയനാട്ടുകാരനായതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം. ചെറുപ്പകാലം മുതൽ വീട്ടിൽ, അതിന്റെ പരിസരങ്ങളിൽ, നാട്ടിൽ ഒക്കെ ഞാൻ കാണാറുണ്ട് പണിയർ സമൂഹം. അവര് ഈ ദളിത് സമൂഹമൊക്കെ നമ്മൾ പറയുമ്പോൾ എത്രയോ താഴെയാണ് ആദിവാസി സമൂഹം. നിങ്ങൾ വയനാട്ടിലേക്ക് പോകാറില്ലേ? ചുരം കയറി കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാം കേരള സർക്കാരിന്റെ ടൂറിസം പദ്ധതി എന്നൂര് എന്നാണ്. അവിടെ നിങ്ങൾ പോയാൽ രാത്രിയിൽ അല്ലെങ്കിൽ അവിടെ ചെല്ലുന്നവരെ കാണിക്കാൻ ആദിവാസി നൃത്തങ്ങളും ചവിട്ടും നാടകവും ഒക്കെ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് കാണാം എങ്ങനെയായിരുന്നു ആദിവാസി ഊര്. അങ്ങനെ കാണിക്കുകയാണ്. എന്നിട്ട് CPM-നകത്തുള്ള ഈ ബുദ്ധി വിശാരദന്മാരെന്നൊക്കെ പറയുന്ന കപടന്മാര് പറയാൻ, ആദിവാസികളെ നിങ്ങൾ ആദിവാസി കുടിലുകളിൽ നിന്ന് കൊണ്ടുവരരുത്. കാര്യം എന്താ? ഇവർക്ക് സുഖാണ്. തെരഞ്ഞെടുപ്പ് വരുമ്പോ കോളനി വളഞ്ഞാൽ മതി, എല്ലാവരെയും തെരഞ്ഞെടുപ്പിന് വോട്ടിന് കൊണ്ടുപോകാം, ഒന്നിച്ച് കൈകാര്യം ചെയ്യാം. നിങ്ങൾ കോളനികളെ അങ്ങനെ വിളിക്കരുത്. പുതിയ ഭാഷയാണ്. എന്നിട്ട് അവരെ ത്രസിപ്പിക്കാൻ കോളനി എന്ന് പറയരുത്. ഭയങ്കര വിപ്ലവാണ്. അവരെ ഒരു നല്ല വേഷം ധരിക്കാൻ, അവര് പഴയ വേഷം ധരിക്കട്ടെ. അവരവരുടെ ഊരുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ അങ്ങനെ പോവരുത്. ഈ നിർബന്ധം ഇവിടുത്തെ മുസ്ലിങ്ങൾക്കുണ്ടോ? ഈ നിർബന്ധം ഇവിടുത്തെ ക്രിസ്ത്യാനിക്കുണ്ടോ? ഈ നിർബന്ധം ഇവിടുത്തെ മറ്റേതെങ്കിലും ജാതിക്കുണ്ടോ? ഇല്ലല്ലോ. ഇതാ ഈ മലബാറിൽ നിങ്ങൾ ഈ മലപ്പുറത്തെ മാപ്പിളയെ ഇവിടുത്തെ സിനിമകൾ ചിത്രീകരിക്കുന്നത് എങ്ങനെയാണ്? അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയായിരുന്നു? കാച്ചിമുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു മാപ്പിള സ്ത്രീയല്ലേ ഓർമ്മ വരിക? നമ്മളെ വല്യമ്മ കഴുത്തിൽ മുഴുവൻ ചിറ്റിട്ട്, ആ ചിറ്റിങ്ങനെ കാതിൽ മുഴുവൻ ചിറ്റിട്ടിട്ട് ആ കാതിങ്ങനെ തൂങ്ങുന്നവരെ പൊന്നിട്ട് നടക്കുന്ന നമ്മളെ വല്യമ്മ. നമ്മളെ വല്യപ്പയോ ഒരു കള്ളിമുണ്ട്, ഒരു അരപ്പെട്ട, അതിലൊരു കത്തി, അങ്ങനെയൊക്കെ അല്ലേ? ആ വല്യപ്പ എവിടെ? ആ കള്ളിമുണ്ടവിടെ? ആ കാച്ചിമുണ്ടവിടെ? നമ്മളെ ഉമ്മാരെ കണ്ടിട്ടില്ല? ഇപ്പൊ നമ്മളെ ഉമ്മാരെ എങ്ങനെയാണ്? എന്തൊരു ഉഷാറാണ്, എന്തൊരു മനോഹരമായി വസ്ത്രം. നമ്മളെ പെൺകുട്ടികളും നമ്മളെ ആൺകുട്ടികളൊക്കെ എന്ത് ചെത്ത് പിള്ളേരാണ് നോക്കിയാൽ, എന്ത് മനോഹരമായി വസ്ത്രം ധരിക്കുന്നവരാണ്. എന്തൊരു രസാണ് കാണാൻ, അല്ലേ? അപ്പൊ അത് നമുക്ക് പറ്റും, കുഴപ്പമില്ലല്ലോ. ഇവിടുത്തെ ക്രിസ്ത്യാനികള് സ്കൂളിൽ പോയാൽ കാണാം മാർഗംകളി, ചട്ട മുണ്ടൊക്കെ ഇട്ടിട്ട് ഒരിങ്ങനെ പിരിച്ചു വെച്ച മുണ്ടൊക്കെ വെച്ചിട്ട് സ്കൂളിലെ കലോത്സവത്തിന് ഞങ്ങൾക്ക് മാർഗം കളിക്കാരെ കാണൂ. അതായിരുന്നു ഇവിടുത്തെ ക്രിസ്ത്യാനികളുടെ വേഷം, അമ്മയുടെ വേഷം, ക്രിസ്ത്യാനികളുടെ അമ്മമാരുടെ വേഷം. ഇപ്പൊ സ്റ്റേജിലേ ഉള്ളൂ, അവര് മാറി, അല്ലേ? എന്നാൽ ഈ ആദിവാസി സമൂഹം അവരെ പഴയ കോലം, ഒരു ചുരിദാർ ഇട്ടിട്ട് ഒരു ആദിവാസി പെണ്ണ് അങ്ങാടിയിൽ വരുമ്പോ അതിശയത്തിൽ നോക്കുക. അതെങ്ങനെയാ നോക്കാനാവുക? പാടില്ല എന്നാണ്. നമ്മൾ പോലും മനസ്സുകൊണ്ട് അങ്ങനെ വിചാരിച്ചാൽ എന്തൊരു അസംബന്ധമാണ്. അവർക്ക് പഴയ ഊര്, അവർക്ക് മാറ്റമില്ല, അല്ലേ? ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരന്റെ കൈകളിലെ ടൂളായി മാറിയ ഒരു വിഭാഗം ആദിവാസി സമൂഹമാണ്. രക്ഷപ്പെടുത്തിയെടുത്തു ഞങ്ങള്. അവരിൽ പ്രവാസികളുണ്ടോ? ഇതാ മുസ്ലിം ലീഗ് രക്ഷപ്പെടുത്തി എടുത്തു എന്ന് പറയുന്ന ഞങ്ങൾ അവകാശപ്പെടുന്ന ഒരു ഉമ്മത്താണിത്. അവരങ്ങനെ നോക്ക്, ഞങ്ങൾ എവിടെയാ തളർത്തിയത്? ഞങ്ങൾ എവിടെയാണ് പിറകോട്ട് വലിച്ചത്? അവരുടെ മുന്നോട്ടുള്ള യാത്രയിൽ പോവല്ലേ എന്ന് ഞങ്ങൾ പറഞ്ഞത് എവിടേക്കാ? നിങ്ങൾ പറ. നിങ്ങൾ രക്ഷപ്പെടുത്തിയെടുത്ത ഒരു സമൂഹത്തെ നിങ്ങൾ പറ. എവിടെയെങ്കിലും ഏതെങ്കിലും ഒരാളെ ഇല്ല കമ്മ്യൂണിസ്റ്റുകാരാ. വിപ്ലവത്തിന്റെ വായാടിത്വം പറഞ്ഞു നടക്കുക എന്നല്ലാതെ, എന്നിട്ട് മുതലാളിമാരുടെ ഊട്ടുപുരയിൽ പോയിട്ട് മൃഷ്ടാന്ന ഭോജനം കഴിച്ച് കിടന്നുറങ്ങാന്നല്ലാതെ
നിങ്ങൾ എവിടെയാണ് ഈ സമൂഹത്തിന് വേണ്ടി സംസാരിച്ചതും ശബ്ദിച്ചതും മാറ്റമുണ്ടാക്കിയതും എന്ന് നിങ്ങളൊന്ന് പറ. മുസ്ലിം കമ്മ്യൂണിറ്റിക്കെതിരെ അവരുടെ വോട്ട് കിട്ടാൻ വേഷങ്ങൾ ഇറക്കി നടന്നത് നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, എന്നാണ്, എപ്പോഴാണ് ഈ സമുദായത്തിന്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളുടെ കൂടെ നിങ്ങൾ നിന്നത്? ഞങ്ങൾക്ക് ഒരുപാട് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ലീഗ് ചെയ്ത പോലെ കൂടെ അതിന്റെ സമരത്തിലൊന്നും നിങ്ങൾ നിൽക്കണ്ട, അങ്ങനെയൊന്നും വേണമെന്ന് പറയണില്ല. ലീഗ് ഉണ്ടല്ലോ, ലീഗ് നോക്കിക്കോട്ടെ. പക്ഷേ അങ്ങനെയല്ലല്ലോ നിങ്ങൾ ചെയ്തത്. ശരീഅത്ത് പ്രശ്നം ലീഗിന്റെ പ്രശ്നമാണോ? മുസ്ലിം ലീഗിന്റെ പ്രശ്നമാണോ? അല്ലല്ലോ. ശരീഅത്ത് പ്രശ്നം ഈ മുസ്ലിം സമുദായത്തിന്റെ പ്രശ്നമല്ലേ, വിശ്വാസത്തിന്റെ പ്രശ്നമല്ലേ? നിങ്ങൾ എവിടെ നിന്നത്? വെറുതെ നിൽക്കായിരുന്നു നിങ്ങൾ? അല്ല. കോൺഗ്രസിൽ നിന്ന് ഇറങ്ങിപ്പോയ, ഇന്ന് നിങ്ങളുമായി ഒത്തുകളിച്ച കേരളത്തിന്റെ ഗവർണറില്ലേ ആരിഫ് മുഹമ്മദ് ഖാൻ, അയാൾ കേരളം ആദ്യമായി കണ്ടത് കോഴിക്കോട് കടപ്പുറത്ത് CPM-ന്റെ സമ്മേളനത്തിലാണ്. അതിനു മുമ്പ് ആരിഫ് മുഹമ്മദ് ഖാൻ കേരളം കണ്ടിട്ടില്ല. എന്തിനാ ആരിഫിനെ കേരളത്തിൽ കൊണ്ടുവന്നത്? അയാൾ പിന്നല്ലേ ഗവർണറായിട്ട് വന്നത്. അതിനു മുമ്പ് കേരളത്തിൽ ആരിഫ് മുഹമ്മദ് വരുന്നത് CPM-കാരാ നിങ്ങൾ വിളിച്ചു ചേർത്ത EM ശങ്കരൻ നമ്പൂതിരിപ്പാട് പങ്കെടുത്ത ശരീഅത്ത് വിരുദ്ധ സമ്മേളനത്തിലാണ്. നിങ്ങൾ എവിടെയാണ്? ഞാൻ ചോദിക്കുന്നത്, മുസ്ലിം കമ്മ്യൂണിറ്റി ഇന്ന് ആരടാ എന്ന് ചോദിച്ചാൽ ഞാൻ ഇവിടെ ഉണ്ടെന്ന് നെട്ടല് വിരിച്ചു പറയാൻ അവന് കഴിയുന്ന സംവരണം ഞങ്ങളെ കൂടെ നിന്നോ, സമുദായത്തിന്റെ കൂടെ നിന്നോ? ആരും ഒന്നും മറന്നുപോയിട്ടില്ല സഖാവേ. സമുദായത്തിന്റെ കൂടെ നിന്നോ? ഞങ്ങളുടെ പ്രശ്നത്തിന്റെ കൂടെ നിന്നില്ല എന്ന് പോട്ടെ, ലീഗ് ഉണ്ടല്ലോ, ലീഗ് സമരം നയിച്ചോട്ടെ. നിന്നില്ല എന്നല്ല, ശരീഅത്തിനെ എതിർത്ത പോലെ സംവരണം വേണ്ട, സാമ്പത്തിക സംവരണം മതിയെന്ന് തന്റെ സവർണബോധം കൊണ്ട് അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ പറഞ്ഞത് നിങ്ങളാ. ഞങ്ങൾ ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ പുരോഗതിയെ അടയാളപ്പെടുത്തുന്നതിൽ രണ്ടാമത്തെ കാര്യം വിദ്യാഭ്യാസമാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയാം വിദ്യാഭ്യാസമാണ്. ഞങ്ങൾ ഒരുപാട് സ്ഥാപനങ്ങൾ ഇതാ ഈ പരിസരത്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഫാറൂഖ് കോളേജ് മുതൽ 48 മുതൽ ഒരു പ്രയാണമാണ്, ഞങ്ങളെ യാത്രയാണ്. ഒരുപാട് സ്ഥാപനമുണ്ട്. ഒരു സ്ഥാപനം കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഒരു അപ്രിസിയേഷൻ, അതിൻ്റെ കൂടെ നിൽക്കൽ, അതിനെ ഒന്ന് സഹായിക്കൽ, ഒരു വാക്കുകൊണ്ട് ആ നാട്ടിലെ ഒരു പ്രസ്ഥാനം എന്ന നിലക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാ ഞങ്ങൾ ഒരു സമുദായം എന്ന നിലക്ക് വിദ്യാഭ്യാസ സ്ഥാപനം കൊണ്ടുവരുമ്പോഴുള്ള സാമ്പത്തിക ബാധ്യതയെക്കുറിച്ച് ഞങ്ങൾ പറയണില്ല. ഞങ്ങളത് കൊണ്ടുവന്നു, ഞങ്ങളെ മക്കളെ പഠിപ്പിച്ചു. അവർക്ക് വിവരം വെച്ചപ്പോ അവർ ജയിക്കുന്നത് കോപ്പി അടിച്ചിട്ടാ. നിങ്ങൾ പറഞ്ഞില്ലേ, അവർ ജയിക്കുമ്പോ അതിൽ നിങ്ങൾക്കൊരു കോൺട്രിബ്യൂഷനും ഇല്ലട്ടാ. അവരുടെ സ്ഥാപനം കൊണ്ടുവരുന്നതിലില്ല, മക്കൾ പഠിക്കുന്നതിലില്ല, അതിനു വേണ്ടിയുള്ള ഒരു ബാധ്യതയിൽ നിങ്ങളില്ല. ഒക്കെ പോട്ടെ, അവര് കഷ്ടപ്പെട്ട് ജയിച്ചു വന്നപ്പോ ഇന്നിപ്പോ ഇവിടുന്ന് ഇങ്ങനെ കുറെ അവാർഡൊക്കെ കൊടുത്തില്ലേ, ഈ മക്കൾ ജയിച്ചു വന്നപ്പോ അതുപോലും നിങ്ങൾ കോപ്പി അടിച്ച് ജയിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ. മുസ്ലിം സമുദായത്തിന്റെ ഒരു സാമൂഹ്യ പുരോഗതിയുണ്ട്, അത് പ്രവാസമാണ്. അത് പ്രവാസമാണ്. ആ പ്രവാസത്തിലേക്ക് പോകുന്ന മുസ്ലിം അവന്റെ പ്രവാസ ജീവിതം കഴിഞ്ഞ് ഈ നാട്ടിൽ വന്നുള്ള അവന്റെ മുന്നോട്ടുള്ള പ്രയാണം, അവന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അവന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന പൈസ അടിച്ചു മാറ്റി സമ്മേളനം നടത്താൻ നോക്കുക, ഭീഷണിപ്പെടുത്തി പൈസ വാങ്ങുക, പിന്നെ പൈസക്കാർക്ക് ഇങ്ങനത്തെ സഖാക്കളെയും അധികാരം കാണുമ്പോൾ കൊണ്ടുപോയി കൊടുക്കാൻ കൈതരിച്ചിട്ട് കൊണ്ടുപോയി കൊടുക്കുക, ഇങ്ങനെ കുറെ പരിപാടി ഉണ്ടല്ലോ. ഇതൊക്കെ മുതലാക്കി വാങ്ങുക എന്നല്ലാതെ അവന് വേണ്ടി അവൻ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നത്തെ, പ്രവാസ പ്രശ്നത്തെയോ ഏതെങ്കിലും ഒരു പ്രശ്നത്തെ നിങ്ങൾ അഭിമുഖീകരിച്ചത് നിങ്ങൾക്ക് പറയാൻ കഴിയോ? കഴിയില്ല. എന്ന് മാത്രമല്ല, നിങ്ങൾ മലപ്പുറം ജില്ലയിലെ സുഹൃത്തുക്കളോട് ഞാൻ പറയട്ടെ, മലപ്പുറം ജില്ലയിൽ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമാണ്, സ്വാഭാവികം. പലയിടത്തും അങ്ങനെ പലതരത്തിലാണ്. പാലയിൽ പോയ ക്രിസ്ത്യാനികളാണ്, പലതരത്തിലാണ്. ജനസംഖ്യാനുപാതികമായി മുസ്ലിങ്ങൾ കൂടുതലാണ്. അതുകൊണ്ട് ഇവിടെ മുസ്ലിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളിലാണ് CPM കേന്ദ്രീകരിക്കുന്നത്. മുസ്ലിം പ്രമാണിമാർ, മുസ്ലിങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള പ്രസംഗകർ, മുസ്ലിങ്ങൾക്കിടയിൽ ഇടപെടാൻ കഴിയുന്ന പണക്കാർ, മറ്റു തരത്തിലുള്ളവർ, അവർക്ക് മലപ്പുറം ജില്ലയിലെ CPM-ൽ സ്പേസ് ഉണ്ട്. കാരണം എന്താണ്? ഇവിടെ ഫിത്തനയാക്കേണ്ടത് മുസ്ലിങ്ങളെയാണ്. അതിന് പുറത്തുനിന്നൊരു കൂട്ടരെടുത്താൽ മലപ്പുറത്ത് ഫിത്തന ഉണ്ടാക്കാൻ കഴിയില്ല, സ്വാഭാവികമാണ്. പുറത്തുനിന്നൊരു വിഭാഗത്തെ എന്റർടൈൻ ചെയ്ത് കൊണ്ടുവന്നാൽ മലപ്പുറത്ത് ഒരു ഫിത്തന സാധ്യമല്ല. അതുകൊണ്ട് മലപ്പുറത്തെ ഈ ജമാഅത്തിനെ, ഈ കൂട്ടായ്മയെ തകർക്കാൻ നിങ്ങൾ ഉപയോഗിക്കുന്നത് മലപ്പുറത്തിലെ മുസ്ലിങ്ങളെ തന്നെയാണ്. എന്നാൽ ഗൂഗിളിലൊന്നും സെർച്ച് ചെയ്യണ്ട,
നിങ്ങൾക്ക് വണ്ടി എടുത്ത് പോയാൽ മതി, നാളെ രാവിലെ പോകാം. വടകര താലൂക്കിലേക്ക് പോ, കണ്ണൂരിലേക്ക് പോ, കാസർഗോഡിലേക്ക് പോ. അവിടെ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് മുസ്ലിങ്ങളെയാണോ? അല്ല, അത് സാധ്യമല്ല. കാരണം അവിടെ ഈ പറയുന്നതിന് അനുസരിച്ച് അവരെ എത്രമേൽ കിട്ടും ഇവർക്ക് കൂടെ ആളെ നിൽക്കാൻ എന്ന് മനസ്സിലാവുന്നത് കൊണ്ട് വളരെ സൂക്ഷിച്ച കൈകാര്യം ചെയ്യുന്നത്. അവിടെ എങ്ങനെയാണ്? അവിടെ നിങ്ങൾ പരിശോധിച്ചോ. നാദാപുരം കലാപം, തലശ്ശേരി കലാപം, തളിപ്പറമ്പ് കലാപം, മാടായി കലാപം എടുത്തു നോക്കിക്കോ. നിങ്ങൾ മലപ്പുറം ജില്ലയിൽ കാണുന്ന പോലെയല്ല, മറിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയെ അടിമുടി തകർക്കാൻ, സാമ്പത്തികമായി അവന്റെ എല്ലൂരാൻ അവർ ചുമതലപ്പെടുത്തി വിടുന്നത് അവിടുത്തെ തൊഴിലാളികൾ എന്നടക്കം പറഞ്ഞ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടിമകളാക്കി വെച്ച മുസ്ലിം അല്ലാത്ത മറ്റൊരു വിഭാഗത്തെയാണ് ആസൂത്രിതമായിട്ട് അവരുടെ മനസ്സിൽ ഇങ്ങനെ വെറുപ്പങ്ങനെ ഉണ്ടാക്കി. ഈ കണാരന്റെ ഒക്കെ പ്രസംഗം ഉണ്ട് നാദാപുരത്ത്. ഞങ്ങൾ അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം എഴുതപ്പെട്ട പ്രസംഗം ഉണ്ട്. അയാൾ പറയാണ്, ഒരു കൊല്ലത്തിൽ 5 ഉറുപ്പിക തൊഴിലാളിക്ക് കൂലി കൂട്ടി കൊടുക്കണം. അപ്പൊ എല്ലാ കൊല്ലവും കണാരന്റെ പ്രസംഗമാണ്, എല്ലാ കൊല്ലവും വരും. ആ കൂലി കൊടുത്തോളണം. എടോ മാപ്പിളെ, ആ കൂലി കൊടുത്തോണം. കൊടുത്തിട്ടില്ലെങ്കിൽ ഇതാ കണ്ടോ, പണിയെടുക്കുന്ന ഇവന്റെ കയ്യിലെ തഴമ്പാണ്. ആ തഴമ്പ് എങ്ങനെ പ്രയോഗിക്കണമെന്ന് കണാരനറിയാം. എന്നുവെച്ചാല് മറുഭാഗത്തൊരു മുതലാളിമാർ, അവരോ മുസ്ലിങ്ങള്, ഇവിടെ തൊഴിലാളികൾ, അവരോ മുസ്ലിങ്ങളെ അല്ല. എന്നിട്ട് എന്ത് ചെയ്യുക? ഇവരെ തമ്മിൽ തല്ലിക്കുക, തൊഴിലാളിനെ ഉണ്ടാക്കാൻ. എന്നാൽ ഈ പറയുന്ന കണാരന്റെ ഒരുപാട് തലമുറ വന്നല്ലോ. കണാരൻ ഈ തൊഴിലാളിക്ക് ഒരു സ്കൂൾ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. ഈ കണാരൻ ഈ തൊഴിലാളിയെ ഒരു പാസ്പോർട്ട് ഒപ്പിച്ച് വിദേശത്ത് പറഞ്ഞയച്ചിട്ടില്ല. ഇവരെ എപ്പോഴും തല്ലാൻ വേണം, ഇവരെ എപ്പോഴും കൊല്ലാൻ വേണം. മാപ്പിളപ്പണിയൊക്കെ അതിനിടക്കിടത്തു. മലപ്പുറത്ത് നാദാപുരത്ത് ഞങ്ങളെ സഹോദരന്മാരെ കൊല്ലുന്നതിനിടയിൽ അവിടെ 27 മുസ്ലിം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കി, ഞങ്ങളെ മക്കളെ പഠിപ്പിച്ചു. ഈ ഇന്ത്യയിൽ നല്ല ലോകത്തിലെ ഏത് മികച്ച യൂണിവേഴ്സിറ്റിയിൽ പോയാലും വടകര താലൂക്കിലെ കുട്ടികളെ കാണാം, നാദാപുരത്തെ കുട്ടികളെ കാണാം. കാരണം ഞങ്ങൾ പഠിപ്പിക്കാൻ ഞങ്ങളെ പണിക്ക് പോയിട്ടില്ല, തിരിച്ചു തല്ലാൻ ആളുണ്ടാക്കല്ല. ആ സമുദായത്തിന് ശക്തിയും ആർജവവും കൊടുക്കുകയാണ് ഞങ്ങൾ ചെയ്തത്. നിങ്ങളോ ഇവർക്കിടയിൽ ഈ വെറുപ്പിനെ ഇങ്ങനെ ഉണ്ടാക്കി എടുത്തു. അതിനെ ഇങ്ങനെ എത്രമാത്രം പർവ്വതീകരിക്കാൻ കഴിയോ? എന്നിട്ട് താനൂർ വന്ന് പ്രസംഗിക്കാൻ, സഹോദരന്മാരെ, തലശ്ശേരിയിലെ കലാപം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഉണ്ടല്ലോ, നിങ്ങൾ ഉണ്ടാക്കിയ കലാപ സഖാവേ, നിങ്ങൾ ഉണ്ടാക്കിയ കലാപം. എന്നിട്ട് വന്നിട്ട് പറയാണ്, ആ കലാപം അടിച്ചമർത്തിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. എവിടെ? തലശ്ശേരിയിൽ. നിങ്ങൾക്കറിയുമോ താനൂർക്കാരാ, UK കുമാരൻ ഷഹീദായത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ്. UK കുമാരൻ എവിടെയാ ഷഹീദായെന്ന് അറിയാം? കള്ളുഷാപ്പിലാണ്. UK കുമാരനാണ് സഖാബ് ഷഹീദ്, അല്ലേ? ഈ സഖാബ് ഷഹീദ് മരിക്കണത് ജനുവരി 5-നാണ്. കലാപം ഡിസംബർ 31 കഴിയുന്നുണ്ട്. കഴിഞ്ഞ വിവരം ആരറിഞ്ഞിട്ടില്ല, ഷഹീദ് അറിഞ്ഞിട്ടില്ല. ഷഹീദ് കള്ളു കുടിക്കാൻ പോയി, അവിടെ ആരോട് തർക്കണ്ടായിട്ട് അങ്ങനെ ഷഹീദായതാൻ. ഈ UK കുമാരൻ എന്ന് പറയുന്ന കള്ളുകുടിയനെയാണ് മുസ്ലിം സമുദായത്തിന്റെ രക്ഷകനായിട്ട് പിണറായി വിജയൻ അടക്കമുള്ളവർ രാജ്യത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയോ, വിധേയത്തിൽ കമ്മീഷൻ പറയുന്നത് എന്താ വെച്ചാൽ 33 പള്ളികൾ തകർത്തു. ചെറിയ ദിവസങ്ങളാണ് കേട്ടോ. ഞാനതാ പറയുന്നത്, ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്യരുത്, ഒന്ന് പോയിട്ട് അന്വേഷിക്കും. 33 പള്ളി. ഇത് ഷാജി പറയണല്ല, വിധേയത്തിൽ കമ്മീഷൻ പറഞ്ഞാണ്. അതിൽ 15 പള്ളികൾ ഉള്ളയിടത്ത് 1 കിലോമീറ്റർ ദൂരത്തിൽ പോലും ഒരു പൊടിക്ക് പോലും RSSകാരനില്ല. പിന്നെ എങ്ങനെയാ പള്ളി തകരുക? ഇനി ഒന്ന് വേറെ ചോദിക്കട്ടെ, സഖാവ് പിണറായി വിജയന് പിണറായി പാറ അറിയാലോ? പിണറായി പാറയിൽ ഒരു പള്ളി ഉണ്ടായിരുന്നു. ആ പള്ളി പൊളിക്കുന്നത് ഡിസംബർ 30 അർദ്ധരാത്രിയായി. പള്ളി പൊളിക്കാൻ ഇന്നത്തെ പോലെ ലൈറ്റ് ഒന്നിട്ട് പൊളിക്കാൻ പറ്റില്ലല്ലോ, ചൂട്ടും വെട്ടുമ്പോ കൈക്കന്നെ കൊണ്ടുപോകുന്നു കരുതിയിട്ട് 30 നിർത്തിവെച്ച് ഡിസംബർ 31 ശാന്തി സമാധാനം വരുന്നതിന് മുമ്പ് ആ പള്ളി പൊളിച്ചു തീർത്തു. പറയുന്നത് ഷാജി അല്ല, വിധേയത്തിൽ കമ്മീഷനാണ്. നിങ്ങൾ മനസ്സിലാക്കണം. അത് മാത്രം തീരുന്നില്ല, അവിടെ ഒരു പ്രതിയുണ്ട്, പേര് കുമാരൻ, സഖാബ് കുമാരൻ. കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ സഹോദരനാ. അറിയോ നിങ്ങൾ ഈ പൂവിട്ട് പൂജിച്ച് കൊണ്ടു നടക്കണ ഈ സാധനം ഉണ്ടല്ലോ, ഇരട്ടച്ചങ്കണ്ടെന്ന് നുണ പറയണ, ഒറ്റ ചങ്ക് പോലും ഇല്ലാത്ത നടുപ്പുറത്ത് RSSന്റെ മുമ്പിൽ വളച്ചു വെക്കുന്ന നട്ടല് മാത്രമല്ല എന്റെ പിണറായി വിജയനല്ലേ, അയാളുടെ സഹോദരൻ പ്രതിയാത്രേ. ഈ പള്ളിപൊളിയിൽ, പിണറായി പാറപ്പുറത്തെ പള്ളിപൊളിയിൽ
എന്നിട്ട് താനൂര് വന്നിട്ട് പറയാണ്, നിങ്ങൾക്കറിയാം ഞാൻ കണ്ണോണ്ട് കണ്ടിട്ടുണ്ട്. ചോദിച്ചോ നിങ്ങൾ, തളിപ്പറമ്പിൽ CPM ആക്രമിച്ച വീട്, ആ വീട്ടില് സ്പാനർ ഉപയോഗിച്ചിട്ട് ക്ലോസറ്റ് അഴിച്ചുകൊണ്ടുപോയി. അമ്മാതിരി കള്ളത്തരം. ഒരു ആക്സിഡന്റലി ഒരു കലാപം ഉണ്ടായാൽ എന്താ ചെയ്യുക? അടിച്ചു പൊളിക്കലല്ലേ? അങ്ങനല്ലേ സംഭവിക്കുക? ഇത് അടിയും പൊളിയൊക്കെ പിന്നെ ഊരാവുന്ന സകല സാധനം ഊരിക്കൊണ്ടുപോയിട്ട് ക്ലോസറ്റ് അടക്കം ഇത് ഊരിക്കൊണ്ടുപോയിട്ടാണ് ഈ സഖാക്കൾ കലാപം നടത്തിയത്. ഞാൻ കണ്ണുകൊണ്ട് കണ്ടതാണ്. നിങ്ങൾ അല്ലെങ്കിൽ ചോദിക്കുക, ഞാൻ പറഞ്ഞില്ല ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്ത് നേരം വേണ്ട, പോയി ചോദിക്കുന്ന നാളെ രാവിലെ തളിപ്പറമ്പിൽ പോ, തലശ്ശേരിയിൽ പോ, നിങ്ങൾ കാണും. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടി മലപ്പുറത്ത് മുസ്ലിങ്ങളെ തമ്മിൽ തല്ലിച്ച് മുതലെടുക്കാൻ ശ്രമിക്കുമ്പോ വടകര താലൂക്കിലും കണ്ണൂർ പ്രാന്തപ്രദേശങ്ങളിലും മറ്റു സമുദായങ്ങൾക്കിടയിൽ മുസ്ലിം വിരുദ്ധത കത്തിച്ച് അത് മുതലെടുക്കുകയാണ്. എന്നിട്ട് മുസ്ലിങ്ങളുടെ കൂടെ നിർത്താൻ. ഇപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി. എന്താ ഞങ്ങള് ബീഫ് ഒലത്തിയാലൊന്നും ഇനി മുസ്ലിങ്ങളെ കിട്ടൂല. സദ്ദാം ഹുസൈനെ പറഞ്ഞ് കിട്ടുന്ന കാലം കഴിഞ്ഞു. ഗസ പറഞ്ഞാൽ കിട്ടൂല. അത് 2-3 ഉപതെരഞ്ഞെടുപ്പൊക്കെ വന്നപ്പോ എന്ത് മലപ്പുറത്തും ഇവിടെയും നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞപ്പോൾ ബോധ്യായി. ഇപ്പൊ അവർക്ക് മനസ്സിലായി മുസ്ലിങ്ങളെ എതിർത്താൽ എവിടെ നിന്നൊക്കെയോ ചില വോട്ട് ഓഫറുകൾ ഉണ്ട്. ഇപ്പോഴത്തെ പ്രശ്നം അതാണ്. അത് ഞാൻ കേവലം RSS അജണ്ട എന്ന് മാത്രം പറഞ്ഞു ചുരുക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതിൽ അജണ്ടകളുണ്ട്. നിങ്ങളെല്ലാവരും സൂക്ഷ്മതയോടെ ശ്രദ്ധിക്കേണ്ടുന്ന കാലമാണ്. അതുകൊണ്ട് പറയുകയാണ്, വലിയ അജണ്ടകളുണ്ട്. മുസ്ലിം കമ്മ്യൂണിറ്റിയെ ടാർഗറ്റ് ചെയ്താൽ മുസ്ലിം കമ്മ്യൂണിറ്റി ഈ നിലവിൽ എത്തിയതിന് പിറകിൽ ഒരുപാട് അധ്വാനമുണ്ട്. ലീഗ് മാത്രമൊന്നല്ല, എല്ലാവരും എത്ര കഷ്ടപ്പാട്. ഒന്ന് പോയി നോക്ക്. ആടുജീവിതമൊക്കെ വെറുതെ ഉണ്ടായതല്ല. അവന്റെ അധ്വാനം, കഷ്ടപ്പാട്, പ്രയാസം. നിങ്ങൾ അവരെ വിലയിരുത്തുന്നത് വേറെ ചില അർത്ഥത്തിലാണ്. VS അച്യുതാനന്ദൻ അറിയാതെ പറഞ്ഞു പോയി, ഇത് മാപ്പിളസ്ഥാനാക്കാൻ പോവാണ്. നിങ്ങൾ എന്തിനാണ് ഈ അനാവശ്യമായ ഈ വെറുപ്പിനെ ഇങ്ങനെ RSSന് പോലും നാണിപ്പിക്കുന്ന വിധത്തിൽ ഉണ്ടാക്കുന്നത്? ഇതിൽ അജണ്ടയുണ്ട് സഖാക്കളെ. ഇത് വെറുതെയല്ല. ഇവിടെ വന്ന് പിണറായി വിജയൻ പറഞ്ഞല്ലോ, ഈ താനൂര് വന്നിട്ട് കുഞ്ഞാലി സാഹിബ് മറുപടി പറഞ്ഞു. പറയേണ്ട സ്ഥലം തന്നെയാണ്. ഇവിടുന്ന് പിണറായി വിജയൻ പറയാൻ, ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധമുണ്ടാക്കിയാൽ, SDPIയുടെ കൂടെ പോയാൽ നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും തങ്ങളെ. സാദിഖ് തങ്ങളോട് എന്തൊക്കെ കൊടുക്കേണ്ട വില? കൂടെ കടന്നവരെന്ന് പറഞ്ഞാൽ മതി, നമുക്കറിയില്ലല്ലോ. നിങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും. നിങ്ങൾക്കല്ലേ അത് അറിയുള്ളൂ. നിങ്ങളല്ലേ താനൂരിൽ മാത്രമല്ല കൂടെ കടന്നവർ നിങ്ങളല്ലേ. ഈ പിണറായി വിജയന്റെ നാവ് കൊണ്ട് തന്നെ പറഞ്ഞതിന്റെ വീഡിയോ ഉണ്ടല്ലോ ഇവിടെ. ജമാഅത്തിന്റെ കൂടെ പോയാൽ എന്തൊക്കെയാ ബുദ്ധിമുട്ടെന്ന് സഖാക്കളൊന്ന് പറഞ്ഞതാ. കാരണം അനുഭവം ഗുരു. നിങ്ങൾക്ക് അത് ബോധ്യമുള്ളത്. ഞാൻ ജമാഅത്തെ ഇസ്ലാമിക്കാരോട് SDPIക്കാരോടൊക്കെ പറയട്ടെ, നിങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയ ഫൈറ്റൊന്നല്ല, വമ്പിച്ച ഫൈറ്റാണ്. പക്ഷേ ഞങ്ങൾ ഇരുട്ടിൻ്റെ മറയിൽ തലയിൽ മുണ്ടൂട്ട് വന്നിട്ട് എന്നോട് വോട്ട് ചോദിക്കുന്ന പണി ചെയ്തിട്ടില്ല. മനസ്സിലായിക്കോ നിങ്ങൾ. നിന്റെ വോട്ട് വേണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ലീഗിൻ്റെ തീരുമാനമൊന്നുമല്ല. ഞാൻ യൂത്ത് ലീഗിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞങ്ങളിങ്ങനെ പറയുന്നതിൻ്റെ പേരിൽ കുട്ടികൾ അടികൊള്ളുമ്പോൾ ഗഫൂറൊക്കെ ഇവിടെ ഉണ്ടെന്ന് ഞങ്ങൾ ഒരുമിച്ച് യുദ്ധം ചെയ്യുന്ന സമയമാണ്. അതുകൊണ്ട് ഞാൻ പോയിട്ട് ഇതൊക്കെ വാങ്ങുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞാണ് വേണ്ട. അവൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊക്കെ SDPIക്കാരാ, ജമാഅത്തെ ഇസ്ലാമിക്കാരാ. അതൊരു മാന്യതയുടെ പ്രശ്നമാണ്. നിങ്ങൾ കളിക്കുമ്പോൾ മാന്യന്മാരോട് കളിക്കാൻ ശ്രമിക്കുക ദയവ് ചെയ്തിട്ട്. അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാവുന്ന ഞങ്ങൾ ഇതൊക്കെ വാങ്ങി തിന്ന് നക്കിയിട്ട് ഉളുപ്പില്ലാതെ പൊതുമധ്യത്തിൽ വന്നിട്ട് ഈ വൃത്തികേട് പറയും, കേട്ടിക്കേണ്ടി വരും. പിന്നെ പത്രസമ്മേളനം നടത്തിയിട്ട് അല്ലോ എന്ന് കരണ്ട് കാര്യമൊന്നുമില്ല, കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾ കളിച്ചത് മാന്യതയില്ലാത്തവരോടാണ്. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഡിബേറ്റിന് ഒരുക്കാണെങ്കിൽ ഞാൻ പരസ്യമായ സംവാദത്തിനും ഡിബേറ്റിനും തയ്യാറാണെന്ന് പറഞ്ഞോട് പറയട്ടെ. മലപ്പുറം ജില്ലയിൽ 70-ലധികം സീറ്റുകളിൽ പഞ്ചായത്തുകളിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി നിങ്ങൾ രാഷ്ട്രീയ സഖ്യമുണ്ടാക്കിയത് തിരുവനന്തപുരത്തെ പാർട്ടി സെക്രട്ടറി കോടിയേരിയുടെ ഫ്ലാറ്റിനകത്തു നിന്നാണ്. വിശ്വസിക്കോ? തെളിവ് ഞാൻ തരാം നിങ്ങൾ വരുമെങ്കിൽ. ഇനി മറ്റൊന്ന് ഞാൻ ചോദിക്കട്ടെ. ഇതാ കുറേ പറയണില്ല. കൂട്ടിലങ്ങാടി പഞ്ചായത്ത് മലപ്പുറം ജില്ലയിലല്ലേ? ഇവിടെ എത്ര ദൂരം ഉണ്ടാവും? ഇവിടെ അടുത്ത് നിങ്ങളുടെ ജില്ലയിലല്ലേ? ആ കൂട്ടിലങ്ങാടി പഞ്ചായത്ത്. ആ കൂട്ടിലങ്ങാടി പഞ്ചായത്ത് ഉപ്പുണ്ട്
ആ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് EC ഹംസക്ക് ഇപ്പുണ്ട്. ആ പഞ്ചായത്തിലെ EC ഹംസ എന്ന പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇടോ ജമാഅത്തെ ഇസ്ലാമിയാണ്, അപ്പോഴും ഇപ്പോഴും മാറിയിട്ടൊന്നുമില്ല. അപ്പൊ പ്രസിഡന്റ് ആരാ? CPM ആണ്, നിങ്ങളാണ്. നിങ്ങൾ എന്നിട്ട് ഞങ്ങളെ പഠിപ്പിക്കുകയാണ്. ഏത് ഇങ്ങനെ? ഞാൻ ചോദിക്കണത്, നിങ്ങളിപ്പോ ചെയ്യുന്ന ഒരു പണിയുണ്ടല്ലോ, ആ പണി കേവലമായ രാഷ്ട്രീയ പ്രശ്നങ്ങൾ മാത്രമല്ല, മറിച്ച് നിങ്ങൾ ജമാഅത്തിനെ പറയുക വഴി, SDPയെ പറയുക വഴി, അതൊരു രാഷ്ട്രീയമായ ലക്ഷ്യമല്ല, ഞങ്ങൾക്കതറിയാം. മറിച്ച് അതൊരു ഒറ്റുകൊടുക്കലാണ് ഇപ്പോ. കാരണം ജമാഅത്തെ ഇസ്ലാമിയും SDPയും ഒക്കെ തമ്മിൽ ഞങ്ങളുടെ അഭിപ്രായ വ്യത്യാസം വലിയ രസമുണ്ട്. ഒരു പിന്നെ എന്താണ് ഒരു ചങ്ങാതി എഴുതി വമ്പിച്ച എഴുത്ത് ഷാജിക്കെതിരെ, ജമാഅത്തിനെതിരെ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഭയങ്കരാണ്. ഗഫൂറിന്റെ നാട്ടുകാരൻ. ഞാൻ ഞെട്ടിത്തെറിച്ചുപോയി. എന്തൊരു ചോദ്യം! എൻ്റെ ചങ്ങായി, ഞങ്ങൾ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ട്, ആ നിലപാടിൽ ഇപ്പം ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട്, ഒരഭിപ്രായ വ്യത്യാസമില്ല. കാരണം എന്താ അറിയോ? ഞങ്ങളുടെ അഭിപ്രായ വ്യത്യാസത്തോടെ നിന്നിട്ടല്ലാതെ ഒരു തരത്തിലും അതിന് കീഴടങ്ങിയിട്ട് നിൽക്കുന്ന പാർട്ടിയുടെ പേര് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നല്ല. പിന്നെ സൗഹൃദ കൂട്ടായ്മയാണോ? പറഞ്ഞോ. ഈ കാലത്ത് 2025 നിങ്ങൾ എതിർക്കേണ്ടത് ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദവുമായി ബന്ധപ്പെട്ട വിഷയമാണോ? SDP ആണോ? നിന്റെ ചീട്ടൊന്നും ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ എതിർത്തോരാണ്, ആ എതിർക്കാൻ ചോര പോലും ചിന്തിയവരാണ്. എന്നാലും പറയാം, ഇന്നതല്ല വിഷയം. രാജ്യം വിടുങ്ങാൻ ഫാഷിസ്റ്റുകൾ വരുമ്പോ ഇന്ത്യയുടെ തെരുവുകൾ മുഴുവൻ പള്ളിയുടെ അടിയിൽ അവിടെ ശിവലിംഗമുണ്ടെന്ന്, വിഗ്രഹമുണ്ടെന്ന് പറഞ്ഞ് പള്ളികൾ തകർക്കാൻ മാർച്ച് നടത്തുമ്പോ, വെടിവെപ്പിൽ ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുമ്പോ, വെറുപ്പ് മാത്രം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ, മുസ്ലിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോ, അവരെ നിരവധി കേസുകളിൽ കുടുക്കി ജയിലിന്റെ ഇരുട്ടറയിലേക്ക് തള്ളിക്കൊണ്ടിരിക്കുന്ന ഈ ഫാഷിസ്റ്റ് കാലത്ത് ജമാഅത്തെ ഇസ്ലാമി വിരുദ്ധ പ്രസംഗവും SDPI വിശദീകരണവും അല്ല വേണ്ടത്. ഒരു കാര്യം സഖാബ് പിണറായി വിജയൻ അടക്കം മനസ്സിലായിക്കോ. നിങ്ങളിങ്ങനെ പറയുന്നതിനനുസരിച്ചിട്ട് ഞങ്ങൾ മൈക്ക് കിട്ടുക, എന്നിട്ട് 4 ചീത്ത SDPയെ എന്നിട്ട് ചോദിക്കുക, തൃപ്തിയായില്ലേ? അപ്പൊ പറയണ്ട്, നിങ്ങളെന്താ ജമാഅത്തിനെ കുറിച്ച് പറയാത്തത്? അപ്പൊ അടുത്ത യോഗം ജമാഅത്തെ പോയി പണി നോക്കണോ? നിങ്ങൾ പറയുമ്പോൾ പ്രസംഗിക്കാനും നിങ്ങൾക്ക് വേണ്ടി നിലപാട് പറയാനും നിങ്ങൾ വേറെ ആളെ നോക്ക്. ഞങ്ങൾ പറയും, ഞങ്ങൾക്ക് ഒരുത്തന്റെ ഷീറ്റ് വേണ്ട. ഈ സാമൂഹ്യ പ്രതലത്തിൽ ഇവിടുത്തെ സകല മതവിശ്വാസികളുടെയും പിന്തുണ വാങ്ങി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇവിടെ നിൽക്കുന്നത് ഞങ്ങളുടെ വിശ്വാസ്യത കൊണ്ട് തന്നെയാണ്. അല്ലാതെ നിങ്ങൾ ഈ കാണിക്കുന്ന കള്ളത്തരങ്ങൾ കൊണ്ടല്ല. നിങ്ങൾ RSSന് വേണ്ടി പിടിപണിയെടുക്കുകയാണ് അല്ലേ? കൊടകരയിലെ ഹവാല വരുമ്പോ പിണറായി വിജയന് മിണ്ടാട്ടം ഇല്ല. കാരണം അതിന്റെ പിറകിൽ ആരാണ്? BJP ആണ്, RSS ആണ്. അതുകൊണ്ട് പിണറായി വിജയൻ ഹിന്ദുവിൽ അഭിമുഖം കൊടുത്താൽ അതിൽ കൊടകര ഹവാല ഉണ്ടാവില്ല, അതിൽ കൊണ്ടോട്ടി ഹവാല ഉണ്ടാവുള്ളൂ. നിങ്ങൾ പിണറായി വിജയൻ ഇന്റർവ്യൂ കൊടുത്താൽ പിണറായി വിജയന്റെ ഓഫീസിൽ നിന്ന് സ്വർണം കടത്തിയ വിവരം ഉണ്ടാവില്ല. കാരണം എന്താണ്? അത് വിശുദ്ധമായ സ്വർണ്ണാണ്. അതേസമയത്തോ പിണറായി വിജയൻ ഇന്റർവ്യൂ കൊടുത്താൽ അത് കൊണ്ടോട്ടിയിലെ സ്വർണ്ണം ഉണ്ടാവും. എന്ത് രാഷ്ട്രീയമാണ്? മോഹനൻ മാഷ് ഒരു ദിവസം ഞെട്ടി ഉണർന്നു. നിങ്ങൾ മനസ്സിലാക്കണം. കാര്യം എന്താ അറിയോ? മോഹനൻ മാഷ് ഉറക്കത്ത് കണ്ടു ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യ ഭരിക്കൂ അത്രേ. അങ്ങനെ ഭരിച്ചാൽ മോഹനൻ മാഷ് അടക്കമുള്ള ഹിന്ദുക്കളുടെ സ്ഥിതി എന്താണ്? അത് ചോദിക്കേണ്ട. ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യ ഭരിക്കുക. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ഓൾക്ക് കേരളത്തിൽ മെമ്പർഷിപ്പ് 3000 ആണ്. അറിയാം നിങ്ങൾ? ഒരു പഞ്ചായത്തെങ്കിലും ഒരു സ്വസ്ഥമായിട്ട് ഭരിക്കട്ടോ, പിന്നല്ലേ ഇന്ത്യ. ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യ ഭരിക്കും, എന്നിട്ട് ഹിന്ദുക്കളെയൊക്കെ ശരിയാക്കുമെന്ന് പറഞ്ഞിട്ട് മോഹനൻ മാഷ് ബേജാറാവുക. രാവിലെ എഴുന്നേറ്റിട്ട് ചായ കുടിക്കാൻ പോകുമ്പോൾ കുറേ ആൾക്കാർ എക്സർസൈസ് നടത്തുന്നു. അപ്പോൾ നോക്കുമ്പോൾ 2 ആളെ പേര് വെച്ചു, 2 മുസ്ലിമാ. അപ്പോൾ പറയാണ് ഇത് ഭയങ്കര കുഴപ്പമാണ്. എക്സർസൈസ് നടത്തുന്നത് മുഴുവൻ ഇവിടെ ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കാനാണ്. ആ മോഹനം പോട്ടെ, ഈ വിജയരാഘവൻ, എൻ്റെ വിജയരാഘവ, നിങ്ങൾ ഒരു വർഗീയ രാഘവനാണ് ശരി, പക്ഷെ അവിടെ ഭാര്യ വിദ്യാഭ്യാസ മന്ത്രിയല്ലേ? നിൻ്റെ ഈ വിഷം അവരുടെയും കൂടി ഉള്ളിലുണ്ടെങ്കിൽ ഈ രാജ്യത്തിൻ്റെ സ്ഥിതി എന്താണോ? ഒരു മര്യാദ വിജയരാഘവൻ കാണിക്കണ്ടേ? അയാൾ പറഞ്ഞ തമാശ എനിക്ക് വലിയ രസം തോന്നി. എന്താ നിങ്ങൾ വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്ത മുസ്ലിം ഭീകരന്മാർ അല്ലേ, വർഗീയവാദികൾ, അതെങ്ങനെ എനിക്ക് ഇപ്പോഴും മനസ്സിലാക്കാത്തൊരു കാര്യമാണ്. പാലയിലെ ക്രിസ്ത്യൻ വർഗീയവാദികൾ എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. കാര്യം എന്താണ്? പാലയിലെ ക്രിസ്ത്യാനിക്കാ വോട്ട് കൊടുക്കുന്നത്. അപ്പം ചെറിയൊരു ലോജിക്ക് ആലോചിക്കാലോ. തൃശ്ശൂരിലെ വർഗീയവാദികളായ ഹിന്ദുക്കൾ, കാര്യം എന്താണ്? തൃശ്ശൂരിലെ ഹിന്ദുക്കൾ ഹിന്ദു സ്ഥാനാർത്ഥിക്കാ വോട്ട് കൊടുക്കുന്നത് അല്ലേ? നേമത്തെ ഹിന്ദു വർഗീയവാദികൾ
കാര്യം എന്താണ്? നേമത്തെ ഹിന്ദു സ്ഥാനാർത്ഥിക്ക് അവിടുത്തെ ഹിന്ദു സഹോദരന്മാരെ വോട്ട് കൊടുക്കുകയാണ്. ഇതെനിക്ക് പറയാൻ ഇഷ്ടമുണ്ടായിട്ട് പറയല്ല. പക്ഷേ എടോ വർഗീയ രാഘവ, വയനാട്ടിലെ മുസ്ലിങ്ങൾ ഹിന്ദുവായ രാഹുൽ ഗാന്ധിക്ക് വോട്ട് കൊടുത്താൽ അങ്ങനെ വർഗീയതാവുക? എനിക്ക് മനസ്സിലായില്ല. പാലയിലെ വോട്ട് സ്വന്തം ജാതിക്ക്, തൃശ്ശൂരിലെ വോട്ട് സ്വന്തം സമുദായത്തിന്, നേമത്തെ വോട്ട് സ്വന്തം സമുദായത്തിന്. വയനാട്ടിലെ മുസ്ലിങ്ങൾ ഹിന്ദുവായ രാഹുലിനും പ്രിയങ്കക്കും വോട്ട് കൊടുത്താൽ ഒരു വർഗീയവാദികൾ. എന്റെ രാഘവ, മുസ്ലിം വിരുദ്ധതയുടെ ഭ്രാന്ത് തലക്ക് കയറിയാൽ ഇങ്ങനെയാണോ ചിന്തിക്കേണ്ടത്? ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്? നിങ്ങൾ എന്തിനാ ഈ വിരുദ്ധത പറയണത്? ഞാൻ ഒരു ദിവസം പറഞ്ഞു, നിങ്ങൾ ഈ സത്യം പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ TV ഒക്കെ തുറന്നാൽ കാണാം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം, അത് കഴിഞ്ഞിട്ട് അമിത്ഷായുടെ പ്രസംഗം, അത് കഴിഞ്ഞിട്ട് മോഹൻ ഭാഗവതിൻ്റെ പ്രസംഗം ഒക്കെ ഹിന്ദിയിലാണ്. നമുക്കങ്ങനെ ഹിന്ദിയാണ് അത്ര വശമില്ല. അപ്പം നിങ്ങൾ ബേജാറാവൊന്നും വേണ്ട. ആ TV അങ്ങ് ഓഫാക്കിയിട്ട് ചാനൽ മാറ്റി മലയാളം ചാനൽ ഇടുക. അതിൽ നിങ്ങൾക്ക് പിണറായിൻ്റെ പ്രസംഗം കേൾക്കാം, വിജയരാഘവൻ്റെ പ്രസംഗം കേൾക്കാം. ഇതിൻ്റെ നേരെ പരിഭാഷയാണ്. ഒരു വ്യത്യാസമില്ല. എന്താണോ ഇവർ ഹിന്ദി പറഞ്ഞത് മനസ്സിലായില്ലല്ലോ, ഇവർ മലയാളത്തിൽ പറഞ്ഞ് കേട്ടാൽ മതി, കൃത്യമായിട്ട് മനസ്സിലാവും. ഇത് തന്നെയാണ് ഹിന്ദിയിലാക്കി പറയുന്നത്. രണ്ടും ഒന്നാണ്. ഹിന്ദി പറഞ്ഞാൽ വർഗീയതയും മലയാളത്തിൽ പറഞ്ഞാൽ വർഗീയത അല്ലാതെ ആവൂല. പിണറായി വിജയ, കൃത്യമായ വർഗീയത. ഈ PC ജോർജ്, നിങ്ങൾ ഏതെങ്കിലും കുട്ടികളൊരു പോസ്റ്റ് ഇട്ടാൽ പാടില്ലേട്ടാ, പാടില്ലെന്ന് തന്നെ പറയാൻ, എന്നാലും അപ്പം രാത്രി വീട് വളഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് കളഞ്ഞു, അറസ്റ്റ് ചെയ്താളൂ. ഈ PC ജോർജ് എന്ന് പറയുന്ന പരമ, ബാക്കി പറയണില്ല, ഇവൻ പറഞ്ഞിട്ടില്ലേ എത്ര വൃത്തികെട്ട വാക്ക്, എത്ര മോശപ്പെട്ട വാക്ക് ഇല്ലേ? എന്താ പറഞ്ഞത്? നിങ്ങൾ ആ പറഞ്ഞതിൻ്റെ ഗൗരവം ഒന്ന് ആലോചിച്ചു. എത്ര മോശമായിട്ട്. പാകിസ്ഥാനിലേക്ക് പോ. ഇവൻ ആര്? CH മുഹമ്മദ് കോയ സാഹിബ് പറഞ്ഞൊരു വാക്കുണ്ട്, മാപ്പിളയോട്, മുസ്ലിമിനോട് ഇത് നിന്റെ രാജ്യമാണ് ആണോ എന്നാരെങ്കിലും ചോദിച്ചാൽ അവന്റെ തല പിടിച്ച് മണ്ണിലേക്ക് അമർത്തി വെക്ക്. അവൻ ശ്വസിക്കുന്ന മണ്ണിന്റെ മണത്തിൽ മാപ്പിളയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പടവെട്ടി അവന്റെ ചോരയുടെ മണമുണ്ടാവും. PC ജോർജെ, നീ മണത്ത് നോക്കിയാൽ ബ്രിട്ടീഷുകാരനെ കണ്ട് പേടിച്ചവന്റെ മൂത്രത്തിന്റെ മണാണ് നിനക്കുണ്ടാവുക. മനസ്സിലായോ നിനക്ക്? എന്നിട്ട് ഞങ്ങളെ പഠിപ്പിക്കാൻ വരിക, നീ ഞങ്ങളോട് രാഷ്ട്രീയം പറയാൻ വരിക. ഞങ്ങൾ ഇതിലും വലിയ മുദ്രാവാക്യം കേട്ടിട്ടുണ്ട്, പാകിസ്ഥാനിലേക്ക് പോ അല്ലെങ്കിൽ ഖബറിസ്ഥാനിലേക്ക്. അതും കേട്ടിട്ട് ഞങ്ങൾ ഈ പണിയൊക്കെ ഇവിടെ നടത്തി ഈ കോലത്തിൽ നിൽക്കുന്നത്. ഇതിലും വലിയ വർഗീയവാദികളെ അതിജയിച്ചിട്ട് ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ, ഇതൊക്കെ ആവട്ടെ. പാലൊളി മുഹമ്മദ് കുട്ടി എന്ന് പറയുന്ന ആള് പിന്നെയും മുൻനിരയിലേക്ക് വന്നല്ലോ. ഇയാൾ ഇതുവരെ എവിടെയായിരുന്നു? അത്തും പിത്തുമാണ് എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ പറഞ്ഞ കാര്യങ്ങളിൽ അങ്ങനെ ഒരു അത്തും പിത്തും അല്ലാത്ത ചില ആസൂത്രണങ്ങളുണ്ട്. 10ാമത്തെ വയസ്സിൽ ഇയാൾ മലപ്പുറം കോട്ടക്കുന്നില് സീതി സാഹിബിന്റെ പ്രസംഗം കേട്ടു അത്രേ. എന്താ കേൾക്കുന്നത്? പാകിസ്ഥാന് വേണ്ടിയുള്ള പ്രസംഗം. മുസ്ലിങ്ങൾ വലത്തോട്ട് മുണ്ടെടുക്കുന്നവരാണ്. എവിടത്തേക്ക്? ഇടത്തോട്ട്. എൻ്റെ ചങ്ങായിമാർ, ഈ സാധനം കേട്ടപ്പോൾ എനിക്ക് ഞാൻ അഴീക്കോട് മത്സരിച്ചപ്പോൾ ഈ പറയുന്ന P ജയരാജൻ ഇരിക്കുന്ന സ്റ്റേജിൽ ഒരു സഖാവ് പറയാണ്, ഷാജിനെ സൂക്ഷിക്കണം, അവന് ഹിന്ദുക്കൾക്കിടയിൽ പോകുമ്പോൾ വലത്തോട്ട് മുണ്ടെടുക്കും, മുസ്ലിങ്ങളുടെ അടുത്ത് പോകുമ്പോൾ ഇടത്തോട്ട് മുണ്ടെടുക്കും. ഞാനപ്പം ഇങ്ങനെ തപ്പിയോക്കലാണ് എടുത്തൊക്കെ അടുത്തെന്ന്. കാരണം എന്താ വെച്ചാൽ അല്ല കാര്യമാണ്. ഇപ്പോൾ രണ്ടത്താണ് എടുക്കെടുത്തത് വലത്തോട്ട് കാണുന്നു. ഓരോരുത്തരും പണ്ട് ഇത് മനേരിക്കണ സൗകര്യം പേരിച്ചിട്ട് ചില ആൾക്കാർ ഇങ്ങനെ അങ്ങനെ ഒരു കാര്യമുണ്ട്, നമുക്കറിയാമല്ലോ. അല്ലാതെ ഇസ്ലാമിൽ മുണ്ടെന്നില്ല, കന്തുറയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് കന്തൂരൻ മുണ്ട് ഈ നാട്ടിലൊരു വേഷമാണ്. അത് ഇനി ഞാൻ ചോദിക്കേണ്ടത്, ഞാൻ പക്ഷെ രണ്ടാം വലത്തോടുക്കാന്ന് പറഞ്ഞു, ഞാൻ 2 ഭാഗത്ത് കൊടുക്കും. കാര്യം എന്താ നിങ്ങൾ ഈ ഭാഗം ഒന്ന് മുഷിഞ്ഞാൽ ഒരു തിരിച്ചു കൊടുക്കലുണ്ട്. അത് ഈ MSF ഒക്കെ ആയി നടന്നിട്ട് ഇങ്ങനെ നടന്നാൽ അദ്രമാനൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് ഈ പണിയെടുക്കുന്ന പാർട്ടി പ്രവർത്തകന്മാരായി ഇങ്ങനെ നടക്കണേ ഒരു പോക്കാണ് എടുക്കലൊക്കെ. പിന്നെ 2 ദിവസം കഴിഞ്ഞാൽ വീട്ടിലേക്ക് പ്രസംഗിക്കാൻ പോകുമ്പോൾ എന്തെങ്കിലും ചെറിയ 100 രൂപ 200 രൂപ കിട്ടിയിട്ട് അങ്ങനെ വീട്ടിൽ MSF നടക്കേണ്ട ഒരു കാലമാണ്. അന്ന് വീട്ടുകാരും ഒന്നും തരില്ല, ഒരു കഷ്ടപ്പെടുന്ന കാലമാണ്. അന്ന് മുണ്ടി ഞങ്ങൾ പല ജാതി എടുക്കലെടുക്കും. ഇത് രണ്ടും കഴിഞ്ഞാൽ ഒരു തിരിച്ചുകൊടുക്കലുണ്ട്, ഈ ചുളിഞ്ഞ ഭാഗം താഴോട്ടായിട്ട് എടുക്കലുണ്ട്. ഇതൊന്ന് സഖാക്കൾക്ക് പറഞ്ഞാൽ മതി. ഇതും വർഗീയതയായിട്ട് പറയുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ദീനിലേ മുണ്ട് വലത്തോട്ടും ഇടത്തോട്ടും. എൻ്റെ ചങ്ങായിമാരെ, ഇസ്ലാമിൽ മുണ്ടെന്നില്ല എന്നുള്ള വിവരം ഇയാൾക്കറിയോ? ഈ പാലൊളിക്കറിയോ? എന്നിട്ട് സീരിയസ് ആയി. അപ്പൊ 10ാമത്തെ വയസ്സിൽ കേട്ട പ്രസംഗം പാലൊളി മറന്നിട്ടില്ലല്ലോ.
രണ്ടത്താണി പറഞ്ഞ പോലെ എന്ന ഓർമ്മയുള്ള ഹൈദരാബാദ് നൈസാമിന്റെ പട്ടാളക്കാരനായത് ഓർമ്മണ്ട? ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്ത് ഓർമ്മണ്ട പാലൊളിക്ക്? അതോർമ്മണ്ട? അത് ഞങ്ങൾ പറയണോ? നിങ്ങൾ ആക്ഷേപിക്കാൻ ശ്രമിക്കുന്നത് ആരെയാണെന്നറിയോ? പാലൊളി കട്ടനുറുപ്പികയുടെ നേട്ടം ഈ സമുദായത്തിന് വേണ്ടി ചെയ്യാത്ത നിങ്ങൾ, ഈ സമുദായത്തിന് വേണ്ടി നാട്ടിന് വേണ്ടി ചെയ്തിട്ടില്ല. പിന്നെ ഈ പാലയുള്ളിയുടെ വിശുദ്ധ ഭാവമൊക്കെ ഉണ്ടല്ലോ, അത് പറയാൻ വേറെ സ്റ്റേജ് വേണമെന്നുള്ളത് ഞാൻ പറയണില്ല. കുറച്ച് വിശദീകരിച്ച് പറയേണ്ട കാര്യമാണ്. പറയാൻ ആളെ ചുമതലപ്പെടുത്തുന്നുണ്ട്, നിങ്ങൾ കേൾക്കും. അതുകൊണ്ട് ആ വിശുദ്ധ ഭാവം നടിച്ചിട്ട് അതിനിടയിലൂടെ വർഗീയത പറയാമെന്ന് വിചാരിക്കരുത്. ഒരു സമൂഹത്തെ ആക്ഷേപിക്കാനുള്ള ടൂളായിട്ട് നിൽക്കരുത്. ഐക്യസംഘത്തിന്റെ നായകനെ ആക്ഷേപിക്കാനാ നിങ്ങൾ ശ്രമിച്ചത്. പാലൊളിക്ക് ചരിത്രം പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഓർത്തോ, 1923 ഐക്യസംഘത്തിന്റെ ഒരു 1ാം വാർഷിക യോഗം നടന്നു. എവിടെന്നറിയോ? എം മുഹമ്മദ് അബ്ദുൽ ഖാദർ മൗലവിയാണ് ആ യോഗത്തിന്റെ അധ്യക്ഷൻ. എന്നിട്ട് ഒരു പ്രമേയം, ഒരു അഭ്യർത്ഥന പാസാക്കി. മാതൃഭൂമി പത്രത്തിൽ പ്രസിദ്ധീകരിച്ചു. എന്താ അഭ്യർത്ഥന എന്നറിയോ? സഹോദരന്മാരെ, നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് എന്ന് പറഞ്ഞൊരു വലിയ, മുസ്ലിങ്ങൾക്ക് പഠിക്കണം, നമ്മളെ മക്കൾക്ക് ഭൗതികമായ വിദ്യാഭ്യാസം വേണം. ഇതാ ആലുവ ഒരു കേന്ദ്രമാണ്. ഈ ആലുവയിൽ സർക്കാരിൽ നിന്ന് ഭൂമി വാങ്ങിയിട്ടുണ്ട്. അത് സർക്കാർ തിരിച്ചു പിടിക്കും. അതിനു മുമ്പ് നമുക്ക് എന്തെങ്കിലും ഒരു കൺസ്ട്രക്ഷൻ ആരംഭിക്കണം. പൈസ കയ്യിലില്ല. അതുകൊണ്ട് ഇതാ നിങ്ങളെല്ലാവരും പണം സംഭാവന ചെയ്യണം. പറയാണ്, പാലൊളി കേൾക്കണം, ഈ സംഭാവന ചെയ്യണം. ആലുവയിൽ 1.5 ലക്ഷം രൂപ വേണം. ഞങ്ങൾ വരാൻ പോവാൻ, കഴിയാവുന്നവരൊക്കെ സഹായിക്കണമേ. അതിന്റെ അടിയിൽ ഒപ്പിട്ടവരുടെ പേരറിയുമോ? പാലൊളിക്ക് മണപ്പാട്ട് കുഞ്ഞു മുഹമ്മദ്, രണ്ടാമത്തെ ആളുടെ പേര് KM സീതി സാഹിബ്, മൂന്നാമത്തെ ആൾ അബ്ദുൽ ഖാദർ മൗലവി. ഇവരൊപ്പിട്ടത് മാതൃഭൂമിയിൽ വന്നതാണ്. എന്നിട്ട് ആ പണപ്പിരിവ് നടത്തി. പക്ഷേ അത് വിജയിച്ചില്ല. നിങ്ങൾ അറിയുമോ, ആലുവയിൽ സ്ഥാപിക്കാൻ ശ്രമിച്ച ഐക്യ കേരളത്തിന്റെ ഇൻസ്റ്റിറ്റ്യൂഷനാണ് 948 ഈ ഫറൂഖിൽ ഒരു കോളേജായി പിറക്കുന്നത്. പാലൊളി, നിങ്ങളുടെ ഒരു സംഭാവന പറ, ഒരു ട്യൂട്ടോറിയൽ കോളേജ് പറ. നിങ്ങൾ ആക്ഷേപിക്കാൻ ശ്രമിക്കുന്നത് ഒരു സമുദായത്തെ നടക്കാൻ പഠിപ്പിച്ച, അഭിമാനബോധമുണ്ടാക്കിയ, ഇസ്സത്ത് നൽകിയ, ഇസ്സത്ത്. വമൻ അഹ്സന ഖൗലൻ മിമ്മൻ ദാ ഇലല്ലാഹ് വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. വെറുതെ പറഞ്ഞാ പോരാ, പറയാവുന്ന തരത്തിൽ എല്ലാ അഭിമാനവും ശിരസിലും നെഞ്ചിലുമേറ്റി ഞാൻ ഒരു മുസ്ലിം എന്ന് പറഞ്ഞു നിൽക്കാൻ അന്തസ്സ് വാങ്ങിക്കൊടുക്കുന്നതിൽ വലിയ അധ്വാനവും ചിലവുമുള്ള ഒരു മനുഷ്യൻ. ആ മനുഷ്യനെ ഈ മലപ്പുറത്തെ സമ്മേളനത്തിൽ MM നാരായണൻ എന്ന് പറയുന്ന ചരിത്രകാരനാണെന്ന് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന, സഖാക്കൾക്ക് വലിയ ചരിത്രകാരനാണ് എന്ന് ബോധമുള്ള ഒരാള് സാദിഖ് അലി ശിഹാബ് തങ്ങളെ ഇൻഡയറക്റ്റായി കോട്ട് ചെയ്തിട്ട് ഒരു പ്രസംഗം നടത്തി ഈ CPM സമ്മേളനത്തിൽ. എന്താ പറഞ്ഞതെന്നറിയോ? ഹിച്ച്കോക്കിന്റെ ചെരുപ്പ് നക്കികൾ. ലീഗിന്റെ നേതാവ് പറഞ്ഞവരല്ല, നിങ്ങൾ തന്നെയാണ് ചരിത്രയാൾ പറയാൻ. എന്നിട്ട് പ്രയോഗിച്ച ഒരു പ്രയോഗമുണ്ട്, കുഞ്ഞാലിക്കുട്ടിയുടെ മൂത്താപ്പമാർ. ഇയാളെ പ്രയോഗമാണ്. ഈ മലപ്പുറത്ത് നിന്നിട്ട് ഇയാൾ പറയാൻ, ഈ മൂത്താപ്പ പ്രയോഗം എന്താ അറിയോങ്ങള്? ഈ മുസ്ലിങ്ങൾ രാജ്യത്തെ ഒറ്റ കൊടുത്തു എന്ന് സ്ഥാപിക്കാനാണ്. ആരായി പറയണമെന്നറിയ? ഈ നാരായണൻ ജർമ്മനിയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കാൻ വേണ്ടി ഈ നാട്ടിൽ നിന്ന് ആളെ കടത്തിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനാണ്. ഇവരാ പറയണത്, ആ പാർട്ടിയെ കുറിച്ചാണ് പറയണത്. ഞാൻ നാരായണനോട് ചോദിക്കട്ടെ, 947 മുമ്പ് ഈ രാജ്യത്ത് നടന്ന സംഭവഗതികളെ അടർത്തിയെടുത്ത് നിങ്ങൾ മാപ്പിളയെ പ്രതിയാക്കാൻ, മുസ്ലിങ്ങളെ പ്രതിയാക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ നാരായണൻ മനസ്സിലാക്കിക്കോ. ചരിത്രത്തിലേക്ക് ഒരുപാട് പോകാനൊന്നും ഞാൻ ശ്രമിക്കുന്നില്ല. ഓർത്തോ, 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാക്കിയത് നാരായണ ഒരു ഇന്ത്യക്കാരൻ പോലും അല്ല, ബ്രിട്ടീഷുകാരനാണ്. ആ കോൺഗ്രസ് രാജ്യദ്രോഹമാണ്. ആ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ കോൺഗ്രസ് രാജ്യത്തെ ശരിയാക്കിയെന്ന് ഇന്ന് ഏതെങ്കിലും പറഞ്ഞാൽ, ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കോ? 906 ധാക്കയിലാണ് സർവേന്ത്യ മുസ്ലിം ലീഗ് ഉണ്ടാവുന്നത്. എടോ നാരായണ, ഇവിടുത്തെ മാപ്പിളയുടെ മൂത്താപ്പയും വല്യാപ്പൊന്നും ആ കൂട്ടത്തിലില്ല. ഇവിടുത്തെ മലബാറിലെ ഈ മലപ്പുറത്തെ ലീഗുകാരുടെ മൂത്താപ്പല്ലത്. എന്നാ അറിഞ്ഞോ? മനസ്സിലാക്കിക്കോ നാരായണ. എന്നാ നീ മനസ്സിലാക്കിക്കോ, EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ അഖിലേന്ത്യാ നേതാവിന്റെ പേര്
മുഹമ്മദ് അലി ജിന്ന എന്നാണ്. ആ ചരിത്രം ഞങ്ങൾ എടുക്കട്ടെ. 47 മുമ്പല്ലേ? കാരണം EMS കോൺഗ്രസിലാണ്, അതിന്റെ അഖിലേന്ത്യാ നേതാവാണ് ജിന്ന സാഹിബ്. അപ്പൊ അങ്ങനെ EMSന്റെ അഖിലേന്ത്യാ നേതാവ് മുഹമ്മദ് അലി ജിന്നയാണ്. അല്ലാതെ ചരിത്രം വെച്ചൊന്ന് നിഷേധിക്ക്, ഒന്ന് പറയേ. നാരായണൻ വലിയ ചരിത്രകാരനാണെങ്കിൽ ഒന്ന് പറ, ഇതല്ലാന്ന് പറയോ? 942 ജൂണിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ പ്ലീനം, ഞാൻ വിശദീകരിക്കണില്ല, 43 മെയ് 31 ബോംബെയിൽ നടന്ന ദേശീയ കൺവെൻഷൻ, ഈ രണ്ട് കൺവെൻഷനിലും ഇവർ നടത്തിയ ഒരൊറ്റ പ്രസംഗം എന്താണെന്നറിയോ? തദ്ദേശീയത, ദേശീയത, പൊതുചരിത്രം, സാമ്പത്തികം, കേട്ടോളൂ, സാംസ്കാരികം, മതം. ഇതിന്റെ പേരിൽ ഒരു ദേശം ഉണ്ടാക്കുന്നത് തെറ്റല്ല. പാകിസ്ഥാനെ ന്യായീകരിച്ച് പ്രമേയം പാസാക്കിയത് നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റുകാരനായ ഡോക്ടർ ഗംഗാധരൻ അധികാരി എന്ന കമ്മ്യൂണിസ്റ്റ് മൂത്താപ്പയാണ്. നാരായണ, നിങ്ങളെ മൂത്താപ്പ, ലീഗരല്ല, ഞങ്ങളെ മൂത്താപ്പാരല്ല, നിങ്ങളെ മൂത്താപ്പുകാരാണ്. ഈ പാകിസ്ഥാനെ ന്യായീകരിച്ച് തീർന്നില്ല. ഈ പറയുന്ന ഗംഗാധരൻ അധികാരി ആരാന്നറിയ നിങ്ങള്? പീപ്പിൾസ് വാർ, പീപ്പിൾസ് ഏജന്റ് എന്നൊക്കെ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പത്രത്തിന്റെ അതിന്റെ പത്രാധിപർ ആരുടെ കൂടെ? PC ജോഷിയുടെ കൂടെ, രണദിബയുടെ കൂടെ 942 വരെ. അന്ന് സീതി സാഹിബ്, പാലടി മുഹമ്മദ് കുട്ടി മനസ്സിലാക്കിക്കോ, അന്ന് സീതി സാഹിബ് 921 ഒറ്റപ്പാലത്ത് നടക്കുന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുക്കുകയാണ്. സീതി സാഹിബ് ഒറ്റക്കല്ല, കൂടെ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്, വക്കം മൗലവി, തീരുന്നില്ല, സീതി സാഹിബിന്റെ ബാപ്പ, സീതി സാഹിബിന്റെ സഹോദരങ്ങള്, അവരെല്ലാം ചേർന്ന് കോൺഗ്രസിന്റെ സമ്മേളനത്തിലായിരുന്നു. എന്ന് വെച്ചാൽ പാലളി മുഹമ്മദ് കുട്ടി, ഞങ്ങളെ മൂത്താപ്പ, അവിടെ സമ്മേളനത്തിലായിരുന്നു. നിങ്ങൾ ഈ രാജ്യത്തെ ഒറ്റുകൊടുക്കുമ്പോൾ മനസ്സിലായോ നിങ്ങൾക്ക്? പാലളി മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. കുമാരനാശാന് ദുരവസ്ഥ എന്ന് പറയുന്ന കവിതയിൽ മനോഹരമായ അദ്ദേഹത്തിൻ്റെ ഒരുപാട് കവിതകളുണ്ട്. പക്ഷെ മുസ്ലിങ്ങളെ വളരെ മോശമായി ചിത്രീകരിക്കുന്നുണ്ട്. അന്ന് കുമാരനാശാന്, ആർക്ക്? കുമാരനാശാന് കാവ്യാത്മകമായി ഒരു കത്തെഴുതിയിട്ട് കുമാരനാശാനോട് പ്രതിഷേധിച്ചു ഞങ്ങളുടെ മൂത്താപ്പ സീതി സാഹിബ്. കുമാരനാശാൻ അത് ഉൾക്കൊണ്ടു, ആ വിമർശനത്തെ സ്വീകരിച്ചു. അത് മനസ്സിലാക്കണം. തീരുന്നില്ല. തിരുവനന്തപുരത്ത് ഖിലാഫത്ത് കമ്മിറ്റിയുടെ മംഗളപത്രം തയ്യാറാക്കുന്നത് സീതി സാഹിബ് ആർക്ക് വായിച്ചു കൊടുക്കാൻ? ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജിക്ക് വായിച്ചു കൊടുക്കാൻ. രണ്ടത്താടി പറഞ്ഞ പോലെ ആ ഗാന്ധിജിയുടെ പ്രസംഗത്തിന്റെ പരിഭാഷ കഴിയുമ്പോ ഈ രാഷ്ട്രത്തിന്റെ പിതാവ് ഗാന്ധിജി ചേർത്തു പിടിച്ച് ആശ്ലേഷിക്കുന്നുണ്ട്. ആരപ്പാലൊളി? ഞങ്ങളുടെ മൂത്താപ്പയെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട സീതി സാഹിബിനെ. 929 ലാഹോറില് കോൺഗ്രസിന്റെ സമ്മേളനം നടക്കുമ്പോ ആദ്യമായി പങ്കെടുത്ത കേരളത്തിലെ ഒരേ ഒരു മുസ്ലിം പാലൊളി ഞങ്ങളുടെ മൂത്താപ്പ KM സീതി സാഹിബാണ്. നിങ്ങൾ കളിയാക്കിയിട്ട് ചരിത്രം പറഞ്ഞു വരുമ്പോ, ഇപ്പോ P ജയരാജന് ഈ അടുത്ത് പറഞ്ഞു, അദ്ദേഹം എഴുതിയ ഈ ചരിത്ര പുസ്തകമൊക്കെ ജയിലിൽ കിടക്കുന്ന പ്രതികൾക്ക് കൊടുത്തിട്ട് പറഞ്ഞു ജയിൽ വായിക്കാനുള്ള ഇടമാണ്. ദയവ് ചെയ്ത് MM നാരായണ, പ്രിയപ്പെട്ട P ജയരാജ, ഈ ചരിത്രമൊന്നും ജയിലിൽ കിടക്കുന്ന പ്രതികൾക്ക് പോലും കൊടുക്കരുത്. അതിലും വലിയ കുറ്റമൊന്നും വേറെ ഇല്ല. ദയവ് ചെയ്തിട്ട് അവരെ പോലും നിങ്ങൾ ഇനിയും അവരെ ശിക്ഷിക്കരുത്. അവർക്ക് പോലും വായിക്കാൻ കൊള്ളാത്ത ചവറുകൾ പുസ്തകം എന്നും പറഞ്ഞ് എഴുതിയിട്ട് കള്ളത്തരങ്ങൾ പ്രചരിപ്പിച്ചിട്ട് ഒരു കൂട്ടരെ ശരിയാക്കാന്ന് അല്ലേ? നിങ്ങൾ CPM മനസ്സിലാക്കിക്കോ, നിങ്ങൾ തകരുകയാണ്. അതിന് ഈ നാടകവും കുറെ മുതലാളിമാരുടെ ഊട്ടുപുരയിലെ മൃഷ്ടാന്ന ഭോജനമൊന്നും നിൽക്കൂല, അത് നടക്കൂല. ഞങ്ങൾക്കറിയാം, ഇതിനേക്കാളും വലിയ മുതലാളിമാരോടൊക്കെ പടവെട്ടിയിട്ടാണ്. അതിലും വലിയ മുതലാളി ഉപ്പി സാഹിബിനേക്കാൾ വലിയ മുതലാളി ഒന്നും കണ്ടിട്ടില്ലല്ലോ. ആ ഉപ്പി സാഹിബ് പോലും ഈ നാട്ടിലെ പാവങ്ങളുടെ കൂടെ നിന്നൂരാ. ഞങ്ങൾക്ക് അങ്ങനെ നിൽക്കാൻ കഴിയുള്ളൂ. ഞങ്ങളുടെ അടിസ്ഥാന രാഷ്ട്രീയതാണ്. അവരുടെ കൂടെ ഞങ്ങൾ ഉണ്ടാവുക. അല്ലാതെ നിങ്ങൾ ഈ പറയണ പോലെ ഇപ്പൊ നേരത്തെ പറഞ്ഞാല് ഇന്നലെ പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു മനുഷ്യൻ എവിടെ എത്തിയെന്നറിയ ഞങ്ങൾ VS അച്യുതാനന്ദനെ സ്റ്റേജിൽ ഇരുത്തിയിട്ട് ഇയാൾ പറയാ കോഴിക്കോട് കടപ്പുറത്തുനിന്ന് തിരമാല ഒരു കുട്ടി ബക്കറ്റിലാക്കി നമ്മളെ ഗഫൂറിന്റെ നാട്ടുകാരനെ എഴുതി കൊടുത്താൽ, എന്നിട്ട് ഉറുദു കവിത പിണറായി വിജയനെ എന്നിട്ട് പറയാണ്
എന്നിട്ട് നോക്കുകയാണ് കപ്പലിലേക്ക്, തരണ്ടോ തരണ്ടോ, തരല്ല. അപ്പോൾ വെള്ളം പറഞ്ഞു കുട്ടിയോട്, ഞാൻ കടലിൻ്റെ മാറത്ത് നിൽക്കുമ്പോഴാണ് തിരയാവുന്നത്. വി എസ് ഇങ്ങനെ മേപ്പിട്ട് നോക്കിക്കുകയാണ്, ശരിയാക്കാണ് ഇയാൾ സ്റ്റേജിലിരുത്തിയിട്ട്. കാരണം വി എസിൻ്റെ കുറച്ച് ഫ്ലക്സ് വന്നു. ആ മനുഷ്യനാണ് ഉളുപ്പില്ലാതെ. മെനഞ്ഞാന്ന് പത്രക്കാർ ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞറിയോ? സ്തുതിഗീതങ്ങൾ കേട്ട് നിൽക്കുന്ന പ്രശ്നമില്ല. അയാൾ വാക്ക് പാലിച്ചു, ഇരുന്നിട്ടാണ് കേട്ടത്, നിന്നില്ല. കേട്ട് നിൽക്കണ പ്രശ്നമില്ല, ഇരുന്നിട്ട് ഇയാളങ്ങനെ ചന്ദ്രനോട് ഒക്കുമ്പോൾ വാൻ, ഇന്ദ്രനോട് ഒക്കുമ്പോൾ വാൻ. സഖാക്കളെ ഹൃദയത്തിൽ എഴുതി വെച്ചോ, ഇത് വെറുതെ പറയണല്ല. നിന്റെ ഒടുക്കത്തെ മുഖ്യമന്ത്രിയാണ് ഈ കാട്ടുകള്ളനായ പിണറായി വിജയൻ. മനസ്സിലാക്കി? ഇതുപോലെ അയാൾ കക്കുന്നത് കണ്ടാൽ അറിയാം ഇത് ഒടുക്കത്തെ കക്കലുമാണെന്ന്. അയാൾക്ക് പറയാൻ കഴിയില്ല. ഇപ്പം നമ്മളുണ്ടല്ലോ, പോകാൻ നേരത്തെ എല്ലാവരും കൂടെ ഭാര്യ പിടിക്കൽ ഇപ്പം അങ്ങനെയാണ്. മോളോട് പറയാണ് കിട്ടുന്നെടുത്തോ. മോന് കുറച്ചൊരു ഉഷാറ് പോരാ, മോൻ്റെ അമ്മോഷൻ ഇറക്കി, എന്നിട്ട് വരെ കക്കിക്കേട്. ഇതെന്താണ്? ഒടുക്കത്തെ കക്കലാണ്. സ്നേഹമുള്ളവരെ, ഈ രാഷ്ട്രീയത്തെ തിരിച്ചറിയുക എന്നത്, കൃത്യമായി അപ്ഡേറ്റ് ചെയ്തിട്ട് ഈ കള്ളന്മാരെ പൊളിക്കുക എന്നത് കർമ്മപദത്തിലാണ് നിർവഹിക്കേണ്ടത്. അഭിവാദ്യങ്ങൾ നേരുന്നു. ജയന്ത്.